إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഉംറ കർമ്മം നിർവഹിക്കാൻ വേണ്ടി തയ്യാറായി ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ നമ്മൾ തയ്യാറായത്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനും പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുന്ന ഉംറ നിർവഹിക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇതിനു മുമ്പ് ഉംറ ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരാള് ഇൻഷാ അല്ലാഹ് ഉംറയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രസംഗമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്, മറിച്ച് ഞാൻ പറഞ്ഞു പോകുന്നതിലെ കാര്യങ്ങൾ ഒന്നുകിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യാം, അതല്ലെങ്കിൽ നോട്ട് ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യാം, നമുക്കത് ക്ലിയർ ചെയ്യാം. ഇപ്പം നമ്മുടെ ഇസ്ലാഹി സെന്ററിനോടൊപ്പം പോകുന്ന ആളുകളല്ലാത്തവർ ആരൊക്കെയായിരുന്നു ഉംറ ക്ലാസ്സിന് വേണ്ടി? ഒന്ന് നിങ്ങൾ അല്ലേ? ഓക്കെ ഇൻഷാ അല്ലാഹ്. ഉംറയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. വിശുദ്ധ ഖുർആന്റെ വാചകം ഇങ്ങനെയാണ്: വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. ഉംറയും ഹജ്ജും നിർബന്ധമാണോ നമുക്ക്? ആണോ? ഖുർആൻ പറയുന്ന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമാണ്. പക്ഷെ അത് ആർക്കാണ് നിർബന്ധം? മനിസ്തത്വ ഇലൈഹി സബീല. അവിടെ പോയി കർമ്മം നിർവഹിച്ച് തിരിച്ചു വരാൻ കഴിവുള്ള എല്ലാവർക്കും നിർബന്ധമാണ്. എന്താണ് പ്രധാനമായിട്ടുള്ള കഴിവ്? ഒന്ന് സമ്പത്ത് ആവശ്യമാണ്, മറ്റൊന്ന് ആരോഗ്യം ആവശ്യമാണ്. ഇത് രണ്ടും നിർബന്ധമാണ് ഉംറക്കും ഹജ്ജിനും. ഇപ്പൊ നിസ്കാരത്തിന് പൈസ ഒന്നും വേണ്ട, വേണോ? വേണ്ട. ആരോഗ്യം നിർബന്ധമൊന്നുമില്ല നിസ്കാരത്തിന്, അല്ലേ? അതേപോലെ തന്നെ മറ്റു കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. രണ്ടും നിർബന്ധമായ ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ ഹജ്ജും ഉംറയും എന്നുള്ളത്. അപ്പൊ ആ ഒരു സാധ്യത നമുക്ക് വന്നാൽ നമ്മുടെ മേൽ നിർബന്ധമായി എന്നാണ് കേട്ടോ. അപ്പൊ അള്ളാഹുവിന് വേണ്ടി വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്നാണ്. ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. ഞാനൊരു ഉംറക്കൊക്കെ പോയി എന്ന് ആരോട് പറയണം? നിങ്ങളെ മനസ്സിലൊന്നുമില്ലാന്ന് എനിക്കറിയാട്ടോ. പക്ഷെ ചില ആളുകൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഞാനൊരു ഉംറക്ക് പോയി, ഞാനൊരു ഹജ്ജിന് പോയി, എൻ്റെ പേരിൻ്റെ അവിടെ ഹാജിന്ന് ചേർക്കാൻ, അങ്ങനെയൊക്കെ പല ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? പോകാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയാണ് എന്നതാണ്. അതിൻ്റെ ചില ശ്രേഷ്ഠതകളെ കുറിച്ചുള്ള ഹദീസാണ്. ഒരു ഉംറ ചെയ്ത് അടുത്ത ഉംറ വരെയുള്ള പാപങ്ങൾക്ക് പരിഹാരമാണ് ഒരു ഉംറ എന്നാണ്. വേറെ ഹദീസിൽ കാണാം, ഉംറ നിങ്ങൾ ആവർത്തിച്ച് നിർവഹിക്കുക എന്നാണ്. കഴിയുന്നിടത്തോളം ഉംറ എന്ത് ചെയ്യണം? പറ്റുന്ന സമയത്തൊക്കെ ഉംറ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഒരു ഉംറ ചെയ്ത് അടുത്ത ഉംറ വരെയുള്ള സമയങ്ങളിൽ നമ്മളൊക്കെ പച്ചയായ മനുഷ്യരല്ലേ? നമുക്കൊക്കെ അബദ്ധങ്ങൾ വരാം, തെറ്റുകൾ വരാം. അത് കാണൽ, ചിന്ത, കേൾക്കല്, ഇതിലൊക്കെ വരാം. അതൊക്കെ അള്ളാഹു എന്ത് ചെയ്യും? പൊറുക്കാൻ കാരണമാകും എന്നതാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: ഉംറ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കും, അതിന് കാരണമാകുമെന്നാണ്. അപ്പോ മറ്റൊരു ഹദീസിലുള്ളത്
ഉംറയും ഹജ്ജും ഒക്കെ നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങളുടെ ദാരിദ്ര്യവും പാപവും ഇല്ലാതാകുന്നതാണ്. എന്തുകൊണ്ട് ആളുകൾക്ക് ഉംറക്കും ഹജ്ജിനൊക്കെ പോകാൻ തടസ്സം നിൽക്കുന്നത്? സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നവും പ്രയാസമൊക്കെ അല്ലേ. എന്നാൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഈ കർമ്മം നിർവഹിക്കാൻ തയ്യാറായാൽ അള്ളാഹ് നിങ്ങളുടെ സാമ്പത്തിക പ്രയാസം മാറ്റിത്തരുമെന്നാണ്. എന്നാലോചിച്ച് നോക്കിയേ. അപ്പൊ കടണ്ടെങ്കിൽ കടം തീരാൻ വേണ്ടി ഓടി ഉംറക്ക് പോകാൻ നിൽക്കണ്ട. പക്ഷേ അള്ളാഹുവിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി ഉംറ ചെയ്താൽ അള്ളാഹ് എന്ത് ചെയ്തോളും? കടം മാറ്റി തരും. പക്ഷെ നെയ്യത്ത് എന്താ വരുത്? കടം വീട്ടെന്നുള്ള ഉദ്ദേശത്തോടെ നെയ്യത്ത് പോരുത്, ഈ ഉംറക്ക് വരുത്. മറിച്ച് പടച്ച റബ്ബിന് വേണ്ടി എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി നമ്മൾ പോയാൽ അള്ളാഹ് എന്ത് ചെയ്യും? മാറ്റിത്തരും എന്നാണ്. നിങ്ങൾക്കെന്തൊരു വിശ്വാസം വരാത്ത പോലെ? ഉറപ്പാണോ? അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാ പറഞ്ഞത്. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ തയ്യാറായത് മുതൽ നമ്മൾ ഇതിനു വേണ്ടി ആലോചിക്കുന്ന നിമിഷങ്ങള്, അതിനുവേണ്ടി ചെലവഴിക്കുന്ന പൈസ, അതിനുവേണ്ടി ചെലവഴിക്കുന്ന ആരോഗ്യം, അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം, എല്ലാം ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതിന് അള്ളാഹ് എന്ത് ചെയ്യും? നമുക്ക് പ്രതിഫലം തരും. ഉറപ്പാണ് അല്ലേ? അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യവും നിർവഹിക്കാൻ അള്ളാഹ്ക്ക് എന്ത് മതി? ഒരൊറ്റ വാക്ക് മതി. ഏതാ വാക്ക്? കുൻ ഫയക്കൂൻ. അപ്പൊ എന്ത് ചെയ്തോളും? ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്നറിയോ? അതൊക്കെ കൊണ്ട് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ട് നമുക്ക്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇതെന്താക്കാൻ കഴിയും? വേണമെങ്കിൽ ഒരു സ്വർണത്തിന്റെ ഒരു സ്പീച്ചിങ് സ്റ്റാൻഡ് ആക്കാൻ കഴിയോ? നിങ്ങൾ തലാട്ടും. അത്രക്ക് ഉറപ്പായിട്ട് തലാട്ടി നിങ്ങള്, അല്ലേ? അത്രക്ക് ഉറപ്പാ. ഫക്കൂനു ഖിറദത്തൻ ഖാസിഈൻ. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ നോക്കി അള്ളാഹ് പറഞ്ഞു നിങ്ങൾ കുരങ്ങന്മാരാവാൻ. എന്തായി? കുരങ്ങന്മാരായി. തീയിന്റെ പ്രകൃതി എന്താണ്? ചൂടാണ്, അല്ലേ? ചൂടാണ്. ആ തീയെ എന്താക്കി മാറ്റി അല്ലാഹു? ചൂടിനെ തണുപ്പാക്കി മാറ്റി. ആർക്ക്? ഇബ്രാഹിം നബി. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് കഴിയും. അങ്ങനത്തെ ഒരു വിശ്വാസം ആദ്യം നമുക്ക് ഉണ്ടാവണം. നിങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും പറയണത്. അത്രയ്ക്ക് ഉറപ്പുണ്ടാവണം. അള്ളാഹ് വിചാരിച്ചാൽ ഒരു കാര്യം എന്തല്ല പ്രയാസമല്ല, എല്ലാം അള്ളാഹു എന്ത് ചെയ്യും? എളുപ്പാക്കി തരും. അപ്പൊ അതുകൊണ്ട് ഉംറ നിർവഹിക്കാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഉംറ സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ കാര്യം ഇഖ്ലാസാണ്. നല്ല ഇഖ്ലാസ് വേണം. നല്ല ഇഖ്ലാസ് ഉണ്ടാവണം. നിങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കണം. എന്ത് ഇഖ്ലാസ് എന്ന് പറഞ്ഞ അർത്ഥം? എന്താ? നിഷ്കളങ്കത എന്ന് പറയും. ഇഖ്ലാസ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സൂറത്തൊക്കെ ഉണ്ടോന്നു ഖുർആൻ, അല്ലേ? ഏതാ സൂറത്ത്? എല്ലാരും നോദിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താ ആ സൂറത്തിൽ പറയുന്നത്? എന്താ? തൗഹീദാണ് പറയണത്. തൗഹീദ് പറയുന്ന അധ്യായത്തിന് എന്തുകൊണ്ട് ഇഖ്ലാസ് എന്ന് പേര് വന്നു? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി അള്ളാഹുവിന് സമർപ്പിക്കലാണെന്ത്? തൗഹീദ്. മനസ്സിലായോ? നിഷ്കളങ്കമായ ഹൃദയം അള്ളാഹുവിന് സമർപ്പിക്കലാണെന്ത്? തൗഹീദ്. അതുകൊണ്ടാണ് ആ സൂറത്തിന് തൗഹീദ് എന്ന് പേര് വന്നത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ നിഷ്കളങ്കമായി പടച്ച റബ്ബിന് നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇത്തിബാ ഉർ റസൂലാണ്. നമ്മളെ ഉംറ സ്വീകരിക്കണമെങ്കിൽ ആര് പറഞ്ഞതുപോലെയാവണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാവണം. അവിടെ ചെന്നാൽ നിങ്ങൾ പല കോലങ്ങളും പല രൂപങ്ങളൊക്കെ കാണാം. അള്ളാന്റെ റസൂൽ എങ്ങനെയാണ് ഉംറ നിർവഹിക്കാൻ പറഞ്ഞത് കൃത്യമായിട്ട് സ്വഹാബത്ത് അത് കാണിച്ചു, റസൂലുള്ള കാണിച്ചു, ഹദീസിലുണ്ട്. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പോകാൻ പാടില്ല. ഇപ്പൊ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ലേ? സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിച്ചതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്? ഒരു ഹജ്ജ് ആണോ?
ഉറപ്പല്ലേ? ഒരു ഹജ്ജ്. ആ ഹജ്ജ് ഇങ്ങനെ കഴിഞ്ഞിട്ട് റസൂലുള്ള സഹാബത്തിന് നോക്കി പറയാണേ, ഖുദു അന്നി മനാസിക്കക്കും, ഞാൻ എങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തോ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കണം. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഏതൊരു കാര്യവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇത്തിബാ റസൂൽ ഉണ്ടാവണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യ ഉണ്ടാവണം. മറ്റൊന്ന് സിട്ടാവുമായിട്ടുള്ള ബന്ധം ശക്തമാക്കണം. എന്ന് പറഞ്ഞാൽ തൗഹീദ് അടിയുറച്ചുണ്ടാവണം. അള്ളാഹു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇത് ശക്താക്കണം, അള്ളാഹുവിനോട് മാത്രം. മറ്റൊന്ന് സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം നന്നാക്കണം. ഇതെന്തിനാ ഞാൻ പറഞ്ഞറിയോ? നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി വിദ്വേഷം മനസ്സിൽ ഭാരാക്കി നിന്നാലേ അള്ളാഹ് എന്ത് ചെയ്യില്ല? നമ്മുടെ ഒരു അമലും അള്ളാഹ് സ്വീകരിക്കൂല. എല്ലാ വ്യാഴാഴ്ചയിലും തിങ്കളാഴ്ചയിലും നമ്മുടെ അമലുകൾ ആകാശലോകത്തേക്ക് ഉയരും. ആ സമയത്ത് അള്ളാഹു എന്ത് ചെയ്യും? അവിടെ നിന്ന് മലക്കുകളോട് പറയും, ആ രണ്ടുപേരുടെ അമൽ ഇങ്ങോട്ട് മാറ്റി വെച്ചോളാൻ പറയും. കഴിഞ്ഞു, ബാറ്ററി കഴിഞ്ഞു. ഓക്കെ. അപ്പോ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും? മാറ്റിവെക്കുമെന്നാണ്. എന്നിട്ട് പറയും, ഈ രണ്ടുപേര് തമ്മിൽ പിണക്കത്തിലാണ്, ആ പിണക്കം തീർത്തിട്ട് അവന്റെ കർമ്മങ്ങൾ എന്ത് ചെയ്യാം? സ്വീകരിക്കാം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, നോമ്പിന്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഏത് കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സ്, വ്യക്തികളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നന്നാക്കണം. നിങ്ങളൊക്കെ പിണങ്ങി നിൽക്കുന്നവരാണെന്നല്ല, പക്ഷെ സമൂഹത്തിൽ പലരും അങ്ങനെയാണ്, അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തവരാണ്. പിണങ്ങി നിൽക്കും, കണ്ടാൽ മിണ്ടൊന്നുമില്ല, പക്ഷെ നിസ്കാരമൊക്കെ ഉഷാറായിരിക്കും. ഒരു കാര്യമില്ല, അള്ളാഹ് എന്ത് ചെയ്യില്ല? നമ്മുടെ ഒരു നിസ്കാരം സ്വീകരിക്കൂല. അപ്പോ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നർത്ഥം. യാത്രക്കൊരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തത് ഇഹ്റാമിനുള്ള തുണിയാണ്. ഈ തുണി ഇതുപോലത്തെ ഒരു ഇഹ്റാമിന്റെ തുണി നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? ആണുങ്ങൾ, പെണ്ണുങ്ങൾക്കല്ല, ആണുങ്ങൾക്ക് നിങ്ങൾ വാങ്ങണം. ഇഹ്റാമിന്റെ തുണി വാങ്ങണം. ഇപ്പൊ ലുലുലു, നെസ്റ്റോലൊക്കെ കിട്ടും. അതിന്റെ ഒരു പാക്കറ്റ് ഉണ്ടോ? രണ്ട് തുണി ഉണ്ടാവും, ഒന്ന് ഉടുക്കുവാൻ, മറ്റൊന്ന് പുതക്കാന്, കേട്ടോ, ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ ഡ്രസ്സ് തന്നെയാണ് ഇഹ്റാമിന്റെ വസ്ത്രമായി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇഹ്റാമിന്റെ തുണി നേരത്തെ വാങ്ങി വെക്കണം. അതേപോലെ തന്നെ യാത്രാരേഖ എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. സാധാരണ അതിന്റെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെങ്കിലും അതിന്റെ പ്രത്യേകിച്ച് ബൈ റോഡൊക്കെ പോകുന്നവർ പ്രിന്റ് ഔട്ട് നിർബന്ധമാണ്. കാരണം നമ്മൾ സാധാരണ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ മൊബൈൽ കാണിച്ചിട്ട് പോകാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ എന്ത് ചോദിക്കുന്നുണ്ട്? അതിന്റെ പ്രിന്റ് ഔട്ട് ചോദിക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്തു വെക്കണം. പുരുഷന്മാർ ആദ്യമൊക്കെ ഒരു പ്രകൃതി മര്യാദ എന്നുള്ള നിലക്ക് നമ്മുടെ മീശൊക്കെ വെട്ടി എന്ത് ചെയ്യണം? ചെറുതാക്കുക. അത് ഉംറയുടെ ഭാഗമല്ല, എപ്പോഴും അതിനൊരു ഭാഗമാണ്. നെഗൊക്കെ നേരത്തെ തന്നെ മുറിച്ചു വെക്കാം,
കേട്ടോ. അപ്പൊ നഖം മുറിക്കലോ മീശ വെട്ടലോ ഇതിന്റെ ഭാഗമല്ല, ഉംറന്റെ ഭാഗമല്ല. പക്ഷേ അതൊക്കെ ഒരു പ്രകൃതി മര്യാദ എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു വെക്കണം. ദീർഘയാത്രയാണ്, ആ യാത്രയിൽ അള്ളാഹു എന്താണോ വിധിച്ചിട്ടുള്ള അള്ളാഹു എല്ലാം എളുപ്പാക്കി തട്ടാം നമുക്ക്, ആമീൻ. പക്ഷേ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശുദ്ധിയായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അപ്പൊ നഖം വെട്ടി വൃത്തിയാക്കണം, ശുദ്ധയാക്കണം. അതേപോലെ തന്നെ നമ്മളൊരു ബസ്സിലാണ് പോണത്, അപ്പൊ എല്ലാവരും സമയം കൃത്യമായി പാലിക്കണം, സമയം പാലിക്കണം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, നമ്മൾ സമയം പാലിക്കണം. കാരണം എന്ന് വെച്ചാല് ഒരാൾ നേരം വൈകിയാൽ എല്ലാവരും എന്ത് ചെയ്യും, അത് ബാധിക്കും. പ്രത്യേകിച്ച് ഒരു ബസ്സിൽ 50 താഴെ ആളുകൾ ഒരുമിച്ച് പോകുമ്പോൾ ഒരാൾ നേരം വൈകിയാൽ ബാക്കി എല്ലാവരും അത് ബാധിക്കും. അപ്പൊ നമ്മൾ ഇടയ്ക്ക് പള്ളിക്ക് ഇറങ്ങുമ്പോഴായാലും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോഴായാലും അങ്ങനെ വണ്ടി നിർത്തി എപ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം വളരെ എല്ലാവർക്കും വേണ്ടി നമ്മൾ സഹകരിച്ചുകൊണ്ട് ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുപോലെ തന്നെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആഭരണമൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. ഞാൻ പലപ്പോഴും പല ക്ലാസ്സിൽ ഈ കാര്യം പറയാറുണ്ട്. ഞാൻ സാധാരണ പറയാറ് ആഭരണം നിങ്ങൾ ഒഴിവാക്കാന്നാണ്. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയണത്, ആഭരണം ഹറാമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആഭരണം സൂക്ഷിക്കാന്ന് പറഞ്ഞത്. എന്താ കാരണം എന്നറിയോ, നമ്മളിപ്പോ നല്ല തിരക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്ന സമയം, അവിടെ നമ്മൾ ഹോട്ടലിൽ താമസിക്കുന്നു, നമുക്ക് പ്രത്യേകിച്ച് അലല്ല എന്ന് പറഞ്ഞ് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആഭരണം നഷ്ടപ്പെട്ടു എന്നിരിക്കുക, ഒരു ഗോൾഡ് നഷ്ടപ്പെട്ടു, 1.5 പവന്റെ നഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ ചിന്ത ഒരു കാബ ഉണ്ടാവൂല, കണ്ട ഹജറുൽ അസ്വദും ഉണ്ടാവൂല, സൊഫ ഉണ്ടാവൂല, മറുവ ഉണ്ടാവൂല. നമ്മളെ മനസ്സിലെന്തായിരിക്കും, എൻ്റെ 1.5 പവൻ അല്ലെ. എപ്പോഴും ഒരാൾ നമ്മൾ ഉമ്രക്കൊക്കെ പോയി വന്ന് എങ്ങനെ ഉണ്ടായി ഉമ്ര, എൻ്റെ 1.5 പവൻ പോയി. എപ്പോഴും തന്നെ ഉമ്ര തന്നെ മറക്കും ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. നഷ്ടപ്പെട്ട പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീമായിട്ടാണ് നമ്മൾ പോണത്. അപ്പോ പരസ്പരം നമ്മുടെ ബാധ്യതകൾ സ്വയം തിരിച്ചറിഞ്ഞ് എല്ലാവരും, ചെറിയ മക്കൾ 6 മാസമുള്ള മക്കൾ മുതൽ 72 വയസ്സുള്ള ഉമ്മമാര് വരെ നമ്മളെ കൂട്ടത്തിലുണ്ട് അല്ലേ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സുഖം അതേപോലെ തന്നെ സൗകര്യം എല്ലാം നടന്നുകൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ പറയും ഞാൻ പിന്നെ അതിന് അങ്ങനെ തന്നിട്ടില്ലേ, അതൊന്നുമല്ല. നമ്മൾ പരസ്പരം എന്ത് ചെയ്യണം, കണ്ടറിഞ്ഞ് നമ്മളൊരു ടീം എന്ന് പറഞ്ഞതിനപ്പുറം ഒരു കുടുംബാണ്. 17-ാം തീയതി ഇവിടെ നമ്മൾ പുറപ്പെട്ടാൽ തിരിച്ച് ഇൻഷാ അല്ലാഹ് 28-ാം തീയതി രാത്രിയോ 29-ാം തീയതി പുലർച്ചെയോ നമ്മൾ ഇവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു രക്തബന്ധത്തേക്കാൾ വലിയ ആത്മബന്ധം എന്ത് ചെയ്യണം, ഇതിലുണ്ടാവണം. നമുക്ക് യാത്രയിലാവട്ടെ അവിടെയുള്ള സമയങ്ങളിലാവട്ടെ ഒക്കെ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബം പോലെ പരസ്പരം സഹകരിക്കാനും ഒക്കെ നമുക്ക് കഴിയണം കേട്ടോ. അതേപോലെ തന്നെ വൃത്തിയാക്കേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി നേരത്തെ തന്നെ റെഡിയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, അസ്സഫറു ഖിത്അതു മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ശിക്ഷയുടെ ഒരു ഭാഗമാണെന്നാണ്. ഏത് യാത്രയാവട്ടെ, അത് മത്രയിൽ നിങ്ങട്ട് തന്നെ യാത്ര ആവട്ടെ, പുറത്ത് നിങ്ങട്ട്, ഏത് ചെറിയതാവട്ടെ വലുതാവട്ടെ, ആ യാത്രക്ക് എന്തുണ്ടാകും, പ്രയാസം ഉണ്ടാകും. അത് ചെറിയ രൂപത്തിലാകാം, വലിയ രൂപത്തിലാവാം. അള്ളാഹു എല്ലാം എളുപ്പാക്കി തരട്ടെ. അപ്പോ റസൂലുള്ളാഹി പറയാണ്, അതിൽ അഹദക്കും തഅമഹു വശറാബഹു വനൗമഹു. നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടൂല, നല്ല ഭക്ഷണം കിട്ടൂല, നല്ല വെള്ളം കിട്ടൂല അല്ലേ. നമ്മൾ പോണ വഴിക്ക് പറയാണ്, ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നോക്കുമ്പോൾ ഇതാണോ, എനിക്ക് മീൻകറില്ലാണ്ട് ചോറിനാൻ പറ്റൂല, അതൊന്നും പറയാൻ പറ്റൂല അല്ലേ, അതൊന്നും പറ്റൂല. അവിടെ നമ്മൾ എന്താണോ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ രൂപത്തിലായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കം, ഞാൻ പറഞ്ഞല്ലോ ചെറിയ 6 മാസമായ കുട്ടികളൊക്കെ ഉണ്ട്, നമ്മൾ ഇരിക്കുന്ന സീറ്റിന് തൊട്ടപ്പുറത്ത് ഇരുന്നിട്ടായിരിക്കും ആ കുട്ടി രാത്രി നിൽക്കുക അറിയും. അപ്പൊ നമ്മൾ കണ്ടോ, പകൽ ഇങ്ങനെ യാത്ര ചെയ്ത് രാത്രി ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പോഴും കുട്ടിക്ക് അറിയാം, അതൊന്നുമില്ല. ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ കിടക്കുന്ന എൻ്റെ മോൻ കരഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവോ? രാത്രി 2 മണിക്ക് എഴുന്നിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവോ?
ഇല്ല. പ്രശ്നം ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ലല്ലോ, കുട്ടികളല്ലേ. അപ്പൊ അത് നമ്മുടെ കുട്ടിയാണ്, അത് അതിന്റെ ഒരു ഭാഗമാണ്. ആ കുട്ടി കരയുന്നത് പിന്നെ നമുക്കൊരു ശല്യമായി തോന്നാനോ അങ്ങനെ ഒരു ചിന്തയോ വർത്തമാനങ്ങളോ ഒന്നും ഉണ്ടാകരുത്. അതൊക്കെ സ്വാഭാവികമാണ് യാത്രയിൽ. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിയാലാണ് നടക്കുക എന്നതാണ്. ഒരു ഗ്രൂപ്പായി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത്. ഏത് സമയത്തും നമ്മൾ യാത്രയിൽ ഈ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് ഉംറക്ക് പോകുമ്പോൾ ഉള്ള പ്രാർത്ഥന അല്ല കേട്ടോ. ഈ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വണ്ടിയിൽ കയറുമ്പോൾ സാധാരണ നമ്മൾ സുബ്ഹാനല്ലദീ ചൊല്ലാറുണ്ട്, അല്ലാഹു അക്ബർ പലരും എന്ത് ചെയ്യാറില്ല, ചൊല്ലാറില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയാണ് വാഹനത്തിൽ കയറിയാൽ വാഹനം പുറപ്പെടുന്ന സമയത്ത് ചൊല്ലിയിരുന്ന പ്രാർത്ഥന. 3 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലും, സുബ്ഹാനല്ലദീ എന്ന പ്രാർത്ഥന അതിനോടൊപ്പവും ചൊല്ലും കേട്ടോ. അത് നമ്മൾ ഏത് സമയത്തും ചൊല്ലണം. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇതൊക്കെ നിത്യജീവിതത്തിൽ എത്ര തവണ നിങ്ങൾ വാഹനത്തിൽ കയറുന്നുണ്ട് ഒരു ദിവസം, അല്ലെ? അപ്പൊ അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ കാണണം. യാത്രയുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ പറയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 17-ാം തീയതി ചൊവ്വാഴ്ച രാത്രി വൈകുന്നേരം 6:30 നമ്മൾ ഇവിടുന്ന് പുറപ്പെടും. നിങ്ങൾ എങ്ങനെ പോണത്? ബസ്, ട്രെയിനാണ്, അല്ല ഫ്ലൈറ്റിനാണോ? ഫ്ലൈറ്റിന്. നിങ്ങൾ എന്നാ പോണത്? വ്യാഴാഴ്ച ആയിരിക്കും, 14-ാണ് പോണത് അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മള് ബസ് പോണത് 17-ാം തീയതിയാണ്. ഞാൻ ആ രൂപത്തിലാണ് പറയുന്നത് കേട്ടോ. നമ്മളൊരു യാത്ര ഷെഡ്യൂൾ അനുസരിച്ചാണ് പറയണത്. അപ്പോൾ 17-ാം തീയതി ചൊവ്വാഴ്ച 6:30 പോകും. 6:30 പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് 6:30 ഇറങ്ങിയാൽ പോരാ. ചുരുങ്ങിയത് ജമാഅത്തിന് ഈ കാബൂസിലെത്തുന്ന രൂപത്തിൽ നമ്മൾ ഇവിടെ എത്തണം. മനസ്സിലായോ? ജമാഅത്തിന് കാബൂസിലെത്തുന്ന രൂപത്തിൽ നമ്മൾ ഇവിടെ എത്തണം. അതിന് മുമ്പ് വണ്ടി 5:30 മുൻപ് 5 മണിക്കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവര്. വണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ സാധനങ്ങളൊക്കെ ലഗേജൊക്കെ ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പള്ളിക്ക് അങ്ങോട്ട് പോകും. പള്ളി നിസ്കരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. അവിടുന്ന് നമുക്ക് ജമ്മും കൂടി നിസ്കരിക്കാം. മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ ഇശാ ജമ്മാക്കി നമുക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. കാരണം ജമ്മും കസറൊക്കെ നിസ്കരിക്കാൻ അറിയാലോ നമുക്ക്. നമ്മുടെ നാട്ടിൽ വെച്ച് ജമ്മാക്കുമ്പോൾ അത് കസറില്ല. നമ്മുടെ നാട്ടിൽ കസറില്ല. യാത്ര പുറപ്പെട്ടതിന് ശേഷമാണ് എന്തുള്ളത്? കസറുള്ളത്. അപ്പൊ നിങ്ങള് അന്ന് നിസ്കരിക്കേണ്ടത് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലൂടെ ഞാൻ പറയും, എന്നാലും ഒന്ന് പറയാണ്. പിന്നെ മഗ്‌രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ സലാം വീട്ടി കഴിഞ്ഞാൽ ഇശാ 4 റക്അത്ത് നിസ്കരിക്കണം കേട്ടോ. എഴുന്നേൽക്കുക, ഇക്കാമത്ത് കൊടുക്കുക, ഇശാ ജമ്മാക്കി നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടു കൂടെ ഇശാ 4 റക്അത്ത് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. കാരണം യാത്ര പുറപ്പെട്ട് പിന്നെ ഇശാന് വേണ്ടി നമുക്ക് നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാവണ്ട. നേരത്തെ തന്നെ നമുക്ക് അത് അനുവദിക്കപ്പെട്ടതാണല്ലോ. നമുക്ക് ബസ്സിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ദൂരം ഉണ്ടല്ലോ. നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നൊക്കെ. റൂവിൽ നിന്ന് ഏകദേശം നമുക്ക് ഇബ്രിയിലേക്ക് 300 കിലോമീറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഇബ്രിയിൽ നിന്ന് ബോർഡറിലേക്ക് 150 ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ബോർഡറിലേക്ക് എത്ര ഉണ്ട്? 450. ഇവിടെ നിന്ന് 6:30 പുറപ്പെട്ടാൽ ഏകദേശം എത്ര മണിക്ക് നമ്മൾ അവിടെ എത്തും? ബസ്സാണ് കേട്ടോ, കാറൊന്നല്ലേ. ഒരു 5 മണിക്കൂർ കൂട്ടാം അല്ലേ? 5 മണിക്കൂർ. പക്ഷെ അതിനിടയിൽ നമുക്ക് എന്തായാലും ഒന്ന് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ ചുരുങ്ങിയത് ഒരു 6.5 മണിക്കൂർ നമ്മൾ കൂട്ടണം. ഇവിടെ നിന്ന് 6:30 പുറപ്പെട്ടാൽ 1 മണി കഴിയും എവിടെ എത്തുമ്പോ? ബോർഡറിലെത്തുമ്പോ കേട്ടോ. അപ്പൊ 6:30 പുറപ്പെടണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നിന്ന് നമ്മുടെ വിസ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ആ വിസ അടിച്ച് ബോർഡർ കഴിഞ്ഞ് ഉടനെ നല്ലൊരു പുതിയ പള്ളി ഉണ്ട് അവിടെ. അപ്പൊ ഏകദേശം ഉറങ്ങാനും സമയം കിട്ടൂലെങ്കിലും 2 മണിക്ക് അല്ലെങ്കിൽ 2:30 അവിടെ എത്തിയാൽ, സുബഹിക്ക് മുമ്പ് അവിടെ എത്തിയാൽ ഒന്ന് സുബഹി വരെയുള്ള ടൈം നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ തങ്ങാം, ഒന്ന് ഫ്രഷ് ആവാം. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? സുബഹി നിസ്കരിച്ച് ഉടനെ, സുബഹി ബാങ്ക് കൊടുക്കുക, സുബഹി നിസ്കരിച്ച് ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ബോർഡറിൽ നിന്ന് പുറപ്പെടും. ബോർഡറിൽ നിന്ന് പുറപ്പെട്ടാൽ ഒമാൻ ബോർഡറിൽ നിന്ന് റിയാദിലേക്ക് 1240 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ബുധനാഴ്ച രാത്രി അവിടെ എത്തും റിയാദിൽ. നമ്മൾ റിയാദിൽ തങ്ങുന്നില്ല കേട്ടോ, ബസ്സിൽ തന്നെ ഉറങ്ങുള്ളൂ. ചിലപ്പോ എന്ത് ചെയ്യും? സൈഡാക്കെ ഒക്കെ ചെയ്യും. പക്ഷെ അതിനിടയിൽ നമ്മൾ ലോഹറിന് നിർത്തും, ഭക്ഷണം കഴിക്കാൻ നിർത്തും. അതേപോലെ തന്നെ ആവശ്യം ആയ സമയങ്ങളിൽ നിർബന്ധമാണെങ്കിലൊക്കെ എന്ത് ചെയ്യും? വണ്ടി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും. റിയാദിൽ നിന്ന് നേരെ നമ്മൾ പോണത് മദീനയിലേക്കാണ്. 826 കിലോമീറ്റർ ഉണ്ട്. അപ്പോ ഏകദേശം നമ്മുടെ കണക്കനുസരിച്ച് മദീനയിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തിന് മുൻപായി എത്തണം. നമ്മളെ കണക്കനുസരിച്ച് ചൊവ്വാഴ്ച വൈകുന്നേരം അവിടെ നിന്ന് പുറപ്പെട്ടാൽ
വ്യാഴാഴ്ച വൈകുന്നേരത്തിന് മുൻപായി നമ്മൾ എന്ത് ചെയ്യണം? വേറെ പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഞാൻ ഇതിനെ ഞങ്ങൾ കാണിക്കുന്നറിയോ? നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം. കാരണം വളരെ സിമ്പിളായിട്ട് പോയി വരാൻ പറ്റുമെന്നല്ല. പ്രത്യേകിച്ച് ബസ്സിലാകുമ്പോൾ അതിൻ്റെതായ ചെറിയ ത്യാഗങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. എന്ത് ത്യാഗങ്ങൾ സഹിച്ചാലും ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഇല്ല. ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന് വേണ്ടിയാണ്. അതിന്റെ പ്രതിഫലം നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് നൽകും. 19-ാം തീയതി അഥവാ വ്യാഴാഴ്ച രാത്രി മുതൽ 22-ാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് മുൻപുള്ള സമയം വരെ ഞങ്ങൾ മദീനയെ തങ്ങും. അതിനിടയിൽ നമുക്കവിടെ 21-ാം തീയതി മദീന സിയാറുണ്ട്. ഉഹുദ്, ഖന്തക്ക്, പിന്നെ കിബിലത്തൈനി, പിന്നെ ഏതാണ് കുബ മസ്ജിദ്, പിന്നെ അവിടെ ഒരു ഖുറാന്റെ ഫാക്ടറി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഖുറാൻ ഫാക്ടറിയിൽ പോകാൻ കഴിഞ്ഞില്ല, അവിടെ കയറ്റിയില്ല. അവർ ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പോകാം. അതേപോലെ തന്നെ റൗള സന്ദർശനം, മദീനയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? റൗള സന്ദർശനം. പണ്ടൊക്കെ നിങ്ങൾ പോയ ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യൂ നിന്നിട്ടാണ് എന്ത് ചെയ്യാം? കയറുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെ പറ്റൂല. ഇപ്പോ ഒരു നുസുക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ കിട്ടും. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങളുടെ വിസ നമ്പറും പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ ഇമെയിൽ ഐ ഡി വേണം. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓരോരുത്തർക്കും ഓരോ ഇമെയിൽ ഐ ഡി വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മൊബൈലിൽ നുസുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് പിന്നെ അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കാം. ടൈം നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം? എടുക്കാം. പക്ഷേ പലപ്പോഴും ആ സൈറ്റ് ക്ലോസ് ആയിരിക്കും. ഓപ്പൺ ആവല് വളരെ അപൂർവം ചില ടൈമിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കിയിട്ട് എപ്പോഴാണോ, ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഒരു ടൈം ഞാൻ പറയാം. ആ സമയം എന്ത് ചെയ്യാം? നമുക്ക് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഇനി അത് എല്ലാവർക്കും ഒരേ സമയം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പോവാൻ ഓരോരുത്തർക്ക് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ സിയാറക്ക് പോകുന്ന സമയം മാത്രം മാറ്റി വെച്ചാൽ മതി കേട്ടോ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഗ്രൂപ്പിലൂടെ പറയാം. എല്ലാത്തവരും ശ്രദ്ധിക്കാൻ. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നത് അതേ കുറിച്ച് അല്ലേ? നിങ്ങൾ നുസുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിൽ ഉണ്ടാകും. നുസുക്ക് NUSUK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ്. അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ എനിക്ക് തോന്നുന്നത് പിന്നെ 2-3 കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് മേലെ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നീട് കേട്ടോ. അപ്പൊ ഇതാണ് മദീനയിലെ നമ്മുടെ ഷെഡ്യൂള്. 22-ാം തീയതി ഞായറാഴ്ച മക്കയിലേക്ക് പോകും. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഏകദേശം 435 കിലോമീറ്റർ ഉണ്ട്. വൈകുന്നേരത്തിന് മുൻപായി നമ്മൾ എത്തും. അവിടെ ഉംറ നിർവഹിക്കും. 22-ാം തീയതി മുതൽ 27-ാം തീയതി പിന്നെ ജുമുഅ കഴിയുന്നത് വരെ മക്കയിലുണ്ടാകും. അതിനിടയിൽ 24-ന് രാവിലെ നമ്മൾ മക്ക സിയാറ നടത്തും. എന്ന് പറഞ്ഞാൽ പിന്നെ സൗർ, ഹിറ, പിന്നെ ഹജ്ജിന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ജംറ, അറഫ, മിന, മുസ്ദലിഫ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് വരാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് പ്രത്യേകിച്ച് പുണ്യങ്ങളൊന്നുമില്ല, ചരിത്ര സ്ഥലങ്ങൾ എന്നുള്ള നിലക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് ഉടനെ നമ്മൾ അവിടുന്ന് പുറപ്പെടും. ഒരു പക്ഷേ ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്ന ഒരു ഷെഡ്യൂള്. ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നാൽ അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കുക. അള്ളാഹു നമ്മുടെ യാത്ര എളുപ്പമാക്കി അനുഗ്രഹിക്കട്ടെ. ഇതൊരു ഷെഡ്യൂള് പറഞ്ഞതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉംറയിലേക്ക് പ്രവേശിക്കാണ് കേട്ടോ. ഉംറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉംറ എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യാനുള്ളത്. 4 കാര്യങ്ങൾ. ഒന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം, മറ്റൊന്ന് തവാഫാണ്, മൂന്നാമത്തേത് സഫാ മർവക്കിടയിലെ നടത്തമാണ്, നാലാമത്തേത് മുടി കളയലാണ്. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെയ്യാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ പോകുന്നത് പിന്നെ നമ്മുടെ ഹോട്ടലിലേക്കാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ പേര് സൽസബീൽ ഗോൾഡൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള മദീനത്തെ ഒരു ഹോട്ടലാണ്. ഇവിടെ ആയിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ താമസിക്കുന്നത്. ഇത് മദീനത്താണ് കേട്ടോ. മദീനത്ത് നിന്ന് ഞാൻ ഇത് കാണിക്കാൻ കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോ നമ്മുടെ റൂമിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ കുളിക്കാം, അതേപോലെ തന്നെ വുളു എടുക്കുക, ഈ ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കാം. ഇഹ്റാമിൽ പ്രവേശിക്കൽ എവിടെ വെച്ചേ പാടുള്ളൂ? മീക്കാത്തിൽ വെച്ചേ പാടുള്ളൂ. പക്ഷേ അതിനു മുമ്പുള്ള ഒരുക്കങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ റൂമിൽ വെച്ച് ചെയ്യാൻ പറ്റും. മദീനത്ത് നിന്ന് പോകണവർക്ക്, നിങ്ങൾക്ക് പിന്നെ ഫ്ലൈറ്റിന് പോകുമ്പോൾ ഡയറക്റ്റ് മക്കയിലേക്കല്ല പോണത്, മദീനാണല്ലേ. അപ്പൊ ഇതേപോലെ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ മദീന താമസിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്തായി? മീക്കാത്തായി.
അവിടെ വിശാലമായ ഒരു പള്ളിയാണ്, ഒരുപാട് ബാത്റൂം സൗകര്യങ്ങൾ, കുളിക്കാനും എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് എളുപ്പം എന്താണ്, നമ്മുടെ റൂമിൽ വെച്ച് നമുക്ക് കുളിക്കാം. അതേപോലെ തന്നെ നമുക്ക് അവിടെ വെച്ച് വുളു എടുക്കാം. ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കാം. ഇഹ്റാമിന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഇതുപോലത്തെ ഒന്ന് ഉടുക്കാൻ 2 ഡ്രസ്സ് ഉണ്ടാവും. ഒരു ബെൽറ്റൊക്കെ മേടിച്ചോട്ടാ, ഇത് ബെൽറ്റ് ഉപയോഗിക്കാം. ഒന്ന് ഉടുക്കാൻ, മറ്റൊന്ന് ഇതുപോലെ എന്ത് ചെയ്യണം, പുതക്കണം. ഈ ഇടത് ഷോൾഡർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ അവസാനിക്കുന്ന രൂപത്തിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, പുരുഷന്മാർ ഡ്രസ്സ് ഇടേണ്ടത്. വേറൊരു വസ്ത്രവും അടിവസ്ത്രങ്ങളൊന്നും ആർക്ക് പാടില്ല, പുരുഷന്മാർക്ക് പാടില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും മറക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഡ്രസ്സുകളും അവർക്ക് ആവാം. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റൂമിൽ നിന്നാണ് ചെയ്യേണ്ടത്. അപ്പൊ കുളിക്കണം. അവിടെ വെച്ച് നമ്മൾ കുളിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം, സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്ക്, ശരീരത്തിൽ എന്ത് ചെയ്യണം, സുഗന്ധം പൂശണം. ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ്, കുളി കഴിഞ്ഞ ശേഷം പുരുഷന്മാർ എന്ത് ചെയ്യണം, നമ്മുടെ ദേഹത്ത് സുഗന്ധം പൂശണം കേട്ടോ. ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ്, ഇഹ്റാമിൽ പ്രവേശിക്കും മുൻപ്, ശേഷമല്ല, ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ്, കുളി കഴിഞ്ഞ ശേഷം പുരുഷന്മാർ എന്ത് ചെയ്യണം, ദേഹത്ത് സുഗന്ധം പൂശണം. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളിപ്പോ എവിടെയാണുള്ളത്, മദീനത്താണ് കേട്ടോ. നമ്മൾ റൂമിലല്ല. നമ്മളെവിടെ എത്തി, മദീനത്തെത്തി. മദീനത്ത് നമ്മളെ ഹോട്ടലിൽ, നമ്മളെ റൂമിലാണ്. നമ്മൾ മക്കയിലേക്ക് പോകുന്ന ദിവസത്തിന്റെ അന്ന് രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോയി വന്നു. നമ്മൾ കുളിക്കാണ്. കുളിക്കുമ്പോൾ നെയ്യത്ത് എന്താണ്, ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള കുളി എന്നുള്ള നെയ്യത്തോടുകൂടി കുളിക്കുന്നു. കുളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ദേഹത്ത് എന്ത് ചെയ്യുന്നു, സുഗന്ധം പൂശുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വസ്ത്രം, ഈ ഡ്രസ്സ് പുരുഷന്മാർ ധരിക്കുന്നു. സ്ത്രീകൾ, നിങ്ങൾ ഇഹ്റാമിലേക്കുള്ള ഡ്രസ്സ്, സാധാരണ നോർമലി നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ്, മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല എന്ന് മാത്രം. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഡ്രസ്സ് ധരിക്കുന്നു. എന്നിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു, ബസ്സിലേക്ക് കയറുന്നു. മീഖാത്തിൽ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ശരിക്കും മീഖാത്തിൽ വെച്ച് ചെയ്യേണ്ട പരിപാടി ഇതൊക്കെയാണ്. ഒന്ന് കുളിക്കണം, വുളു ചെയ്യണം, ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം, നമസ്കരിക്കണം, നിയ്യത്ത് വെക്കണം. പക്ഷെ ഇത് മൂന്നുണ്ടല്ലോ, കുളി, വുളു, ഇഹ്റാമിന്റെ വസ്ത്രം നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി. നമ്മുടെ റൂമിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിച്ചു. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നിർവഹിച്ചു കഴിഞ്ഞു ഇല്ലേ. നമ്മൾ റൂമിൽ വെച്ച് കുളിച്ചു, അവിടെ വെച്ച് വുളു ചെയ്തു, പിന്നെ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു. ഇനി എന്താ ബാക്കിയുള്ളത്, നിസ്കരിക്കണം, പിന്നെ നിയ്യത്ത് വെക്കണം. ഇത് രണ്ടും നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാം. മനസ്സിലായോ? ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് ചെയ്യാം. ഇഹ്റാമില് പ്രവേശിക്കുമ്പോൾ പുരുഷന്മാരെ വസ്ത്രം എന്ന് പറഞ്ഞല്ലോ, ഇതേപോലെയാണ് വസ്ത്രം ധരിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ടത്, പിന്നെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ മീഖാത്തിൽ നമ്മൾ എത്തുമല്ലോ, ആ സമയത്ത് മീഖാത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പള്ളിയിലേക്കാണ് പോകാം. വുളു ഉണ്ടെങ്കിൽ പോകാം, വുളു നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വുളു എടുക്കാം. നേരെ പള്ളിയിലേക്ക് പോകുന്നു, അവിടെ 2 റക്അത്ത് നിസ്കരിക്കുന്നു. മനസ്സിലായോ? ഇഹ്റാമിൽ പ്രവേശിക്കാനുള്ള 2 റക്അത്ത് അല്ല കേട്ടോ. പിന്നെന്താണ്, തഹിയ്യത്ത് നിസ്കാരം. ഇനി നല്ല ഫർള് നിസ്കാരം ഉണ്ടെങ്കിൽ അങ്ങനെ നിർവഹിക്കാം. അപ്പോ നിസ്കരിക്കുന്നു, നിസ്കരിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു, സലാം വീട്ടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് പറയണം. എന്താ പറയേണ്ടത്, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ഉറക്കെ പറയണം, മനസ്സി പറഞ്ഞാ പോരാ. ഉംറയുടെ ഹജ്ജിന്റെ നിയ്യത്ത് അങ്ങനെയാണ്, അത് പ്രഖ്യാപിക്കണം. അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് നമ്മൾ കുറച്ചുറക്കെ പ്രഖ്യാപിക്കണം. ക്ലിയർ? ഒന്നും കൂടെ ഞാൻ പറയാം. റൂമിൽ വെച്ച് കുളിച്ചു, വുളു ചെയ്തു, ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റി, അവിടെ അതിനിടെ സുഗന്ധം പൂശിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി പോവാണ്. മീഖാത്തിലെത്തി, അവിടെ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ തന്നെ ഇരുന്നിട്ട് അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് പ്രഖ്യാപിക്കുന്നു. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഡ്രസ്സ് ധരിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് മാറ്റാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് പോന്നു, റൂമിൽ നിന്ന് പോരുന്ന വഴിക്ക് നമ്മൾ ഈ ഡ്രസ്സ് ധരിച്ചിട്ടാണ് പോരുന്നത്. ഈ ഡ്രസ്സ് മാറ്റിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. വേറെ പാൻറ് ഇട്ടു, ഒരു കുഴപ്പമില്ല. പക്ഷെ നിയ്യത്ത് വെക്കുന്നതോടുകൂടി എന്തായി, ഇഹ്റാമിൽ പ്രവേശിച്ചു. വസ്ത്രം ധരിച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കൂല. മനസ്സിലായോ?
നിയ്യത്ത് പ്രഖ്യാപിക്കുന്നതോടെ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇതാണ് ഇഹ്റാമിന്റെ വസ്ത്രം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കണ്ടോ നിങ്ങൾ, ഈ അറ്റത്ത് കണ്ടോ ഒരാള് ഈ ഇടത്ത് ഷോൾഡർ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് നിൽക്കണേ, അതിപ്പോ പാടില്ല. അത് നിൽക്കേണ്ട വേറൊരു സമയമുണ്ട്. പക്ഷെ ചില ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കണതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാൽ ഇങ്ങനെ തന്നെ ആവോ, അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷനൊക്കെ വരുള്ളൂ, സംശയങ്ങളൊക്കെ വരുള്ളൂ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ മാറ്റിയിടും. അത് പാടില്ല. ഇത് മാറ്റേണ്ട ഒരു സമയമുണ്ട്. അത് ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ഡ്രസ്സ് ധരിക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു നമ്മൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? ഓക്കെ. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നഖം മുറിക്കാൻ പാടില്ല, മുടി നീക്കം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ എപ്പോൾ ചെയ്തു? നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തു കേട്ടോ. അതേപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങള്, അതേപോലെ തന്നെ അനാവശ്യ സംസാരങ്ങൾ, തർക്കങ്ങൾ, ഇതൊന്നും പാടില്ല. ചിലപ്പോൾ അള്ളാഹു പരീക്ഷിക്കും. അവിടെ തർക്കം ഉണ്ടാക്കാനും ദേഷ്യം ഉണ്ടാക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി തരും. എന്ത് ചെയ്യാൻ പാടില്ല? അത് ക്ഷമിക്കണം, നന്നായി ക്ഷമിക്കണം. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇങ്ങനെ ഹജ്ജിന് പോവാണ്. ഇഹ്റാമിൽ പ്രവേശിച്ച സ്വഹാബികളായിട്ട്. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? വേട്ടയാടാൻ പാടില്ല. വേട്ടയാടാൻ പാടില്ല. അന്നത്തെ കാലത്ത് വേട്ടയാടാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇന്നല്ലേ പോണ വഴിക്കും നിർത്ത് എന്ന് പറഞ്ഞ ഡ്രൈവർ നിർത്തി നേരെ മന്തിക്കട, അപ്പുറത്ത് ഹോട്ടല്, റെസ്റ്റ് അല്ലേ? അന്നതൊന്നുമില്ലല്ലോ. അന്ന് ഇവർ പോകുന്ന വഴിയിലെ നല്ല, എന്താ പറയാ, നല്ല മാംസമുള്ള, മറ്റു സമയങ്ങളിൽ തിന്നാൻ ഇഷ്ടമുണ്ട്, പിടിക്കാൻ പ്രയാസമുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മുന്നേ ഇങ്ങനെ വന്നു നിൽക്കുന്നതാണ് സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്. ഇതൊരു പരീക്ഷണമാണ്. അപ്പോ ഇത് പാടില്ല എന്ന് പറഞ്ഞിടത്ത് ചെറുപക്ഷം എന്ത് ചെയ്യും? അതിനുള്ള അവസരങ്ങൾ തന്നാൽ നമ്മൾ മനസ്സിലാക്കിയത് എന്നെ പരീക്ഷിക്കാനാണ്. അവിടെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് തന്നെ നിൽക്കണം. അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പിന്നെ പാടില്ല. സുഗന്ധം എപ്പോൾ ഉപയോഗിച്ചു? നമ്മള് നിയ്യത്തിന് മുമ്പേ ഉപയോഗിച്ചു, ഇനി സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ തുന്നിച്ചേർത്ത വസ്ത്രം ഇനി ധരിക്കാൻ പാടില്ല. നമ്മൾ ഇവിടുന്ന് പോയി മക്കലത്തെ റൂമിൽ പോയി ഒന്ന് വേണമെങ്കിൽ കുളിച്ച് ഒന്ന് ഫ്രഷ് ആവാൻ കുഴപ്പമൊന്നുമില്ല. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. കുറച്ചൊക്കെ നമ്മൾ ഉംറക്ക് പോയാൽ മതി. അപ്പൊ തന്നെ ഉംറക്കൊന്നും പോകണമെന്നൊന്നുമില്ല. നമ്മൾ ഒരു ദിവസം അവിടെ താമസിച്ചിട്ടോ എപ്പോൾ താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉംറ കഴിഞ്ഞ് തഹല്ലുലാകുന്നത് വരെ നിങ്ങൾ എന്തിലാണ്? ഇഹ്റാമിലാണ്. അത് മറക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുവരെ ഇപ്പൊ ഒരാൾ പോയിട്ട് അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. എന്താണെന്നറിയോ? മൂപ്പര് നേരെ പോയി ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞേ. അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉംറക്ക് പോകാന്ന് പറഞ്ഞു. മൂപ്പര് നേരെ എന്ത് ചെയ്തൊക്കെ മാറ്റി ടീഷർട്ടൊക്കെ ഇട്ടിട്ട് മെസ്സിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഉംറക്ക് പോകാൻ നേരത്തിന് മൂപ്പർക്ക് ഓർമ്മ വന്ന്. അപ്പൊ അങ്ങനെ ഒരു മറവി സംഭവിച്ചാൽ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ കഴിയുന്നത് എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. അതേപോലെ തന്നെ ചിലപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. ഇപ്പൊ തണുപ്പിന്റെ സമയമാണല്ലോ. അപ്പൊ ഇവിടുന്ന് ഏകദേശം 430 കിലോമീറ്റർ അവിടേക്ക് പോകണം. ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് മക്കയിലേക്ക് പോകണം. അപ്പൊ ആ സമയത്ത് നല്ല തണുപ്പൊക്കെ ആണല്ലോ. മറ്റേ മങ്കിത്തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് മൂടി പൊതിച്ച് രാത്രി ഇരിക്കുക, അതൊന്നും പറ്റൂല. തണുപ്പുണ്ടെങ്കിൽ സഹിക്കുന്നേ പാടുള്ളൂ, തലമറക്കാനും പാടില്ല. ഇനി റൂമിൽ പോയി AC ഓൺ ചെയ്ത് അപ്പോ നല്ല തണുപ്പ് ഒന്നും മൊത്തം മൂടില്ലേ, അത് പാടില്ല. കാലും എന്ത് ചെയ്യാൻ പാടില്ല? ആ രൂപത്തിൽ മറക്കുന്ന ആ രൂപത്തിലൊന്നും പാടില്ല. സോക്സ് കാര്യങ്ങളൊന്നും പുരുഷന്മാർ തലമറക്കാൻ പാടില്ല. അതേപോലെ തന്നെ സ്ത്രീകൾ മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല. വിവാഹം, അന്വേഷണം, ബന്ധം, ഇതൊന്നും പാടില്ല. അല്ലെ? നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും നമ്മൾ പരിചയപ്പെട്ട ഒരാള് റുസ്താക്കിന്നുള്ളവരുണ്ട്, ഒരാള് സോഹാറിന്നുണ്ട്, ഒരാള് റൂവിന്നുണ്ട്. അപ്പൊ ബസ്സിൽ കയറിയതിനു ശേഷം നിങ്ങളെവിടെ? ഞാൻ തലശ്ശേരി. നിങ്ങൾ തലശ്ശേരിയാ? നമ്മളവിടെ തന്നെയാണല്ലോ. നിങ്ങളെവിടെ? വീട്ടിലൊക്കെ വിശേഷമൊക്കെ അന്വേഷിച്ചപ്പോ നിങ്ങൾക്ക് എത്ര? എനിക്ക് 2 മക്കളുണ്ട്, കല്യാണ പ്രായം, ഇപ്പുറത്തൊരു മോനുണ്ട്. നമുക്ക് ആലോചിച്ചാലോ? അപ്പൊ ആലോചിക്കണ്ട. മനസ്സിലായോ? അത് ആലോചിക്കല് പിന്നെ. ഈ സമയത്ത് അത്തരം അന്വേഷണങ്ങൾ പോലും പാടില്ല എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഹ്റാമിൽ അനുവദിക്കുന്ന ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. കുളിക്കാം സോപ്പില്ലാതെ. സോപ്പില്ല എന്ന് പറയാൻ കാരണം സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ. മക്കയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു കുളി സുന്നത്തുണ്ട്. ആദ്യമായി മക്കയിൽ പ്രവേശിക്കുന്നവർക്ക് കുളി സുന്നത്തുണ്ട്. നമുക്ക് റൂമിൽ പോയതിനു ശേഷം നമുക്ക് കുളിക്കാം. അത് സോപ്പൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ വുളു എടുക്കാം. പിന്നെ ബെൽറ്റ്, ചെരുപ്പ് ഒക്കെ ധരിക്കാം. ചെരുപ്പ് എന്ന് പറഞ്ഞാലേ നമ്മുടെ വിരലും ഈ ഉപ്പിറ്റി ഉണ്ടല്ലോ, അത് മറയാൻ പാടില്ല എന്നാണ്. അതല്ലാത്ത ചെരുപ്പൊക്കെ ധരിക്കാം. മനസ്സിലായോ? നമ്മുടെ വിരലുകൾ മറയാൻ പാടില്ല. നമ്മുടെ ഈ ഉപ്പിറ്റിന്റെ ഭാഗം ഉണ്ടല്ലോ, അതും മറയാൻ പാടില്ല. ബാക്കി ചെരുപ്പുകളൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്, ഹവായി ചെരുപ്പ് എന്നെ വേണോ? അങ്ങനൊന്നുമില്ല കേട്ടോ.
പിന്നെയോ എത്ര സമയം വേണമെങ്കിലും വിശ്രമിക്കാം. ഇനി അവിടെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉംറ ചെയ്യുന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ആ സമയത്ത് എന്താണ്? ഇഹ്റാമിലാണ്. ഇഹ്റാമിന്റെ വസ്ത്രം നമുക്ക് മാറ്റാം. അഴുക്ക് വന്ന് വേറെ വസ്ത്രം കൊണ്ടുപോയിട്ടുണ്ട്, ഒരെണ്ണം എക്സ്ട്രാ ഉണ്ട്, അടുത്ത് ധരിക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇനി തല മറക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുട എടുക്കാം. നമ്മളൊരു കുടക്ക വേണമെങ്കിൽ എടുത്ത് പിടിച്ചോ, ചെറിയ കുട. കാരണം ചിലപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പുറത്തൊക്കെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സമയത്തിനെത്തിയില്ലെങ്കിൽ അപ്പോഴേക്കും പോലീസുകാർ ബ്ലോക്ക് ചെയ്യും, പിന്നെ റോട്ടിൽ നിൽക്കേണ്ടി വരും, നല്ല വെയിലുണ്ടാകും. ആ സമയത്ത് ഇരിക്കുന്ന സമയത്തെങ്കിലും എന്ത് ചെയ്യാം? നമുക്ക് കുടമൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കാം, അവിടെ ഇരിക്കുക നിൽക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ കുട വെക്കൽ നല്ലതാണ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് ഇഹ്റാമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൊല്ലാനുള്ള ദിക്ർ ഇതാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവർത്തിച്ച് ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒന്ന് ചൊല്ലിയേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇത് പുരുഷന്മാർ ഉറക്കയും സ്ത്രീകൾ പതുക്കെയും ചൊല്ലണമെന്നതാണ്. വലിയ പ്രതിഫലമാണ് ഇതിന്. നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള മണൽത്തരികളും വൃക്ഷങ്ങളും വരെ നിങ്ങൾക്ക് വേണ്ടി ഈ തൽബിയത്ത് ചൊല്ലുന്നവർക്ക് വേണ്ടി പിന്നെ പൊറുക്കലിനെ തേടുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ആവർത്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മദീനത്ത് നിന്ന് അവിടെ എത്തുമ്പോൾ, നിങ്ങൾ മദീനത്ത് പോയാലും ബൈ റോഡാണല്ലോ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ട്രെയിനിലോ എങ്ങനെ പോയാലും നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൽ കയറിയിരുന്ന് വാഹനം ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം, ഒന്ന് മുന്നോട്ടെടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ചൊല്ലേണ്ടത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മളിത് നമ്മുടെ റൂമിൽ പോയാലും മക്കത്തെത്തിയാലും അവിടെ നിന്ന് കഅബാലയം കാണുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായോ? അപ്പോ ഇതാണ് ഏറ്റവും വലിയ ദിക്ർ. ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ പ്രസൻസ് എന്ന് പറയില്ലേ, ഇതാണ് ലബ്ബൈക്ക്. അള്ളാഹുവേ, നിന്റെ വിളിക്കിതാ ഉത്തരം നൽകി ഞാൻ എത്തിയിരിക്കുന്നു. പണ്ട് വിളിച്ചില്ലേ, ഇബ്രാഹിം നബിയെ കൊണ്ട് വിളിപ്പിച്ചില്ലേ ഇല്ലേ? വഅസിം ഫിന്നാസി ബിൽ ഹജ്ജ്, വിളിക്ക് ഇബ്രാഹിം, ആളുകൾ എത്തിക്കോളും എന്ന് പറഞ്ഞില്ലേ? നമ്മൾ എത്താണ്. ലബ്ബൈക്ക്, അല്ലാഹുവേ ഇതാ ഞാൻ എത്തിയിരിക്കുന്നു, നിന്റെ വിളിക്കിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയാൻ. ലാ ശരീക ലക്, നിന്നിൽ യാതൊരുവിധ പങ്കുകാരുമില്ല, എല്ലാ സ്തുതികളും അനുഗ്രഹങ്ങളും അധികാരങ്ങളും നിനക്കാണ് റബ്ബേ എന്ന് പ്രഖ്യാപിക്കലാണെന്ത്? തൽബിയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദിക്ർ എന്താണ്? തൽബിയത്താണ്. ഇത് പുരുഷന്മാർ കുറച്ചു ഉറക്കയും സ്ത്രീകൾ പതുക്കെയും ചെല്ലണം. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ താമസിക്കുന്നത്. എല്ലാ അജിയാദ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ മക്കത്ത്, അവിടെയാണ് നമ്മൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരെ നമ്മൾ റൂമിലേക്കാണ് പോകാം. റൂമിലേക്ക് പോയാൽ നമ്മളവിടെ എത്തി ആ സമയത്തിനനുസരിച്ചാണ്. ഒരു മഗ്രിബിന്റെ ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ? പിന്നെ ഉംറക്ക് പോവുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് ഏകദേശം ഒരു 3.5-4 മണിക്കൂറൊക്കെ സാധാരണ നോർമലി തിരക്കില്ലാത്ത സമയത്ത് ആയിട്ട് പോലും ഇപ്പൊ ഞങ്ങളിപ്പോ പോയിരുന്നല്ലോ, 3.5 മണിക്കൂറിൽ താഴെടുത്ത് ഉംറ ചെയ്ത് തീർക്കാൻ നല്ല തിരക്കുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അത് വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളോ ഫാമിലിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 4 മണിക്കൂർ നിങ്ങൾ കൂട്ടിക്കോ, ചുരുങ്ങിയത്. അപ്പോൾ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഭക്ഷണമൊക്കെ അവിടെ തീർന്നിട്ടുണ്ടാവും മെസ്സിലൊക്കെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഇൻഷാ അല്ലാഹ് അവിടെ പോയിട്ട് ആ സമയം പോലെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യും എന്നാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ ഈ പള്ളിയിലേക്ക് പ്രവേശിക്കാണ്. മസ്ജിദുൽ ഹറാം. എന്തുകൊണ്ടാണ് ഹറാം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഹറാമാക്കിയത് ആണോ? ആണോ? ഹറാമിന് രണ്ടർത്ഥം. ഒന്ന് നിഷിദ്ധമാക്കപ്പെട്ടത്, മറ്റൊന്ന് പവിത്രമാക്കപ്പെട്ടത്. രണ്ടും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് യോജിച്ചതാണ്. ഒന്ന് പവിത്രമായ പള്ളിയാണ്, രണ്ടാമത്തത് മറ്റുള്ള സ്ഥലത്ത് അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ ഹറാമാണ്. വേട്ടയാടാനൊന്നും പാടില്ലല്ലോ, അതൊക്കെ ഹറാമാണ്. ഇഹ്റാം എന്ന പദം എന്തുകൊണ്ട് വന്നു? മറ്റുള്ള സമയത്ത് ഇപ്പൊ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി വുളു എടുത്തിട്ട് ആദ്യത്തെ തക്ബീറിന്റെ പേരെന്താ? തക്ബീറത്തുൽ ഇഹ്റാം. എന്തുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് ആ തക്ബീറിന് പേര് വന്നത്? പിന്നെ നമ്മൾ റുക്കുവിൽ പോയി തിരിച്ചു വന്ന് സുജൂദിൽ നിന്ന് വന്ന് കൈയ്യിട്ടാൻ എന്ത് പറയില്ല? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയില്ല. എന്തുകൊണ്ടാണ്? മറ്റുള്ള സമയത്ത് ഹലാലായിരുന്ന ചില കാര്യങ്ങൾ ഈ തക്ബീറോട് കൂടി എന്തായി? ഹറാമായി. അതാണ്. ചിരിക്കല് അനുവദനീയാണ്, പക്ഷേ നിസ്കാരത്തിന് കൈയ്യട്ടിയാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ ചിരിക്കാൻ പാടില്ല. സംസാരിക്കൽ അനുവദനീയാണ്, പക്ഷേ നിസ്കാരത്തിന് കൈയ്യട്ടിയാൽ
അങ്ങനെ മറ്റുള്ള സമയത്ത് അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഹറാമാകുന്നത് കൊണ്ടാണ് ഇഹ്റാം എന്ന പദം വന്നത്. അതേപോലെ തന്നെയാണ് മസ്ജിദുൽ ഹറാം. വേട്ടയാടൽ അനുവദിക്കപ്പെട്ടതാണ്, പക്ഷെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? വേട്ടയാടാൻ പാടില്ല. ആ രണ്ടർത്ഥത്തിലും യോജിച്ചതാണ്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്യണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ഇത് മക്കയിലെ പള്ളി മാത്രമല്ല കേട്ടോ, നിങ്ങളെ തൊട്ടപ്പുറത്ത് പോയി മസ്കറ്റിലെ പള്ളിയിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന ചൊല്ലണം കേട്ടോ. ഏത് പള്ളി കയറുമ്പോഴും വലത് കാല് വെച്ച് കയറണം. എന്നിട്ട് ഈ പ്രാർത്ഥന ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. നമ്മളിപ്പോ ഒക്കെ എന്തിലാണ്? തൽബിയത്തിലാണ്. തൽബിയത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മള്. ഈ തൽബിയത്ത് ചൊല്ലൽ എവിടം വരെ വേണം? കഅബ കാണുന്നത് വരെ ആവർത്തിക്കണം കേട്ടോ. ഇപ്പൊ ഇദ്ദേഹം നടന്നിങ്ങനെ പോവാണ്, ഇപ്പൊ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തൽബിയത്ത് ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ പോയി അതിന്റെ നേരെ ഇങ്ങനെ പോകാനൊന്നും കഴിയില്ല കേട്ടോ. അവിടെ ഇതൊരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കഅബ കണ്ടല്ലോ അവിടെ. ആ കഅബ കണ്ട സമയത്ത് പിന്നെന്ത് ചെയ്യണം? തൽബിയത്ത് നിർത്തണം. മനസ്സിലായോ? കഅബ കാണുന്നത് വരെയാണ് തൽബിയത്ത്. കഅബ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? തൽബിയത്ത് നിർത്തണം. മനസ്സിലായോ? അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ പള്ളിയാണേത്? കഅബാലയം. ആദം നബി മലക്കുകളാണ് നിർമ്മിച്ചതെന്നും ആദം നബി വീണ്ടും അത് പുനർനിർമ്മിച്ചുവെന്നും പിന്നീട് വന്ന പ്രവാചകന്മാർ അതിൽ പല ഘട്ടങ്ങളിലായി ഉയർത്തിയെന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അതൊന്നുകൂടെ പുനർനിർമ്മിച്ചു എന്നൊക്കെ ഹദീസിലും ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അപ്പൊ അള്ളാഹിനെ ആരാധിക്കാനുള്ള ഒന്നാമത്തെ ഭവനമാണ്. ആ പള്ളിയിലെ ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. ഞാനത് പറഞ്ഞെന്നറിയോ? പലരും അവിടെ എത്തിയിട്ട് റൂമിൽ കിടന്നുറങ്ങും. നിസ്കരിക്കാൻ ജമാഅത്തിന് പള്ളി പോവില്ല, ക്ഷീണം പറയും. ക്ഷീണമൊക്കെ ഉണ്ടാകും. അത്രയ്ക്കും പ്രയാസമാണെങ്കിൽ ഒക്കെ നോക്കാന്നല്ലാതെ ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത്? നമ്മളവിടെ റൂമിൽ കിടന്നുറങ്ങാനോ, പെണ്ണായാലും ആണായാലും ജമാഅത്ത് നിസ്കാരത്തിന് നമ്മൾ എന്ത് ചെയ്യണം? പള്ളിയിലേക്ക് എത്തണം. നമ്മൾ കഅബയെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാണ്. തവാഫ് അതാണ് ആദ്യം നമ്മൾ ചെയ്യണം. മത്താഫ് എന്ന് പറയും. തവാഫ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണെന്ത്? മത്താഫ്. ഇതിന്റെ ചുറ്റും ഉള്ള സ്ഥലത്തിന്റെ പേരാണ് മത്താഫ്. ഇതിലാണ് നമ്മൾ ഇങ്ങനെ തവാഫ് ചെയ്യാം. ഇതിലെ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഈ സ്ഥലത്തിന് പറയുന്ന പേരാണെന്ത്? മത്താഫ്. അതേപോലെ തന്നെ ഇതിന്റെ പേരാണ് ഹിജ്ർ ഇസ്മായിൽ. ഹിജ്ർ ഇസ്മായിൽ. ഇൻഷാ അല്ലാഹ് ബസ്സിൽ പോണവർക്ക് ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ബസ്സിൽ വെച്ചതിന്റെ ചരിത്രമൊക്കെ നമുക്ക് പറയാം, എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഹജറുൽ അസ്വദ് ഉണ്ട്. ഈ മൂലക്ക് പറയുന്ന പേരാണെന്ത്? ഹജറുൽ അസ്വദ്. ഇവിടെ നിന്നാണ് തവാഫ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു മൂലയാണ് മഖാമു ഇബ്രാഹിം. മുന്നിൽ കണ്ടില്ല നിങ്ങൾ? അവിടെ ഇല്ലേ? കണ്ടോ? ഇതിന് പറയുന്ന പേരാണെന്ത്? മഖാമു ഇബ്രാഹിം. അറിയാലോ? ഇബ്രാഹിം നബി കഅബ പണിയാൻ വേണ്ടി കയറുന്ന കല്ല് അതിന്റെ അകത്താണ്. ഇത് അല്ലട്ടോ മഖാമു ഇബ്രാഹിം. ഇതിന്റെ അകത്താണ് എന്തുള്ളത്? ഇതൊരു ചില്ലിന്റെ ആദ്യം ഈ ഭാഗത്തായിരുന്നു, ഹിജ്ർ ഇസ്മായിലിന്റെ ഈ ഭാഗത്തായിരുന്നു. ഇവിടെ നിന്ന് പിന്നീട് ആ സൗകര്യത്തിന് വേണ്ടി കഅബ പുനർനിർമ്മിച്ചപ്പോ അതിന്റെ സൗകര്യത്തിന് വേണ്ടി ഒരു ചില്ലിൻ പുറത്ത് ആദ്യം വെച്ചു. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ടുണ്ടല്ലോ എന്തെങ്കിലും കണ്ടാൽ പോയി തൊട്ടുമുത്തലും പരിപാടിയൊക്കെ. അപ്പൊ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു ചില്ലിന്റെ കൂടാരത്തിലാക്കി ഇതിന്റെ മുന്നിൽ വെച്ചു. അതിന് പ്രത്യേകിച്ച് ഒരു പോരിശയില്ല. ആളുകളൊക്കെ പോയിട്ട് അതിനെ തൊട്ടുമുത്തുന്ന കാണാം. അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ ചെല്ലുമ്പോൾ ആ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ കാൽപാദം പതിഞ്ഞ ഭാഗം എപ്പോഴും കാണാം. ഇബ്രാഹിം നബിയുടെ കാൽപാദം പതിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതിപ്പോഴും നിങ്ങൾക്ക് അതിന്റെ അകത്ത് കാണാം. അപ്പൊ അതിങ്ങനെ ഒരു ചില്ലിന്റെ കൂട്ടിലാക്കി വെച്ചതേ ഉള്ളൂ. അതാണ് മഖാമു ഇബ്രാഹിം. ഇവിടെയാണ് റുക്കുനുൽ യമാനി എന്ന് പറയും. ഈ മൂലക്ക് പറയുന്ന പേരാണെന്ത്? നാലാമത്തെ മൂല. ഒന്നാമത്തെ മൂല ഹജറുൽ അസ്വദ് ആണെങ്കിൽ നാലാമത്തെ മൂല റുക്കുനുൽ യമാനി. ഒന്നുമില്ല, യമൻകാരുടെ കോർണർ, യമൻകാരുടെ മൂല എന്ന് അർത്ഥമുള്ളൂ കേട്ടോ, റുക്കുനുൽ യമാനി. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളാണ് കഅബയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, തവാഫ് ചെയ്യാൻ പോവാണ്. നേരത്തെ ഒരാൾ ഇങ്ങോട്ട് വന്നില്ലേ? മൂപ്പരിപ്പോ എവിടെ എത്തി? നിങ്ങളെന്റെ ഒപ്പം ഇല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ആ, നമുക്ക് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഇത് കഴിഞ്ഞ് തവാഫ് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കാം കേട്ടോ. ആ അപ്പല്ലേ ക്ഷീണിക്കുള്ളൂ നമ്മള്. അപ്പൊ നിങ്ങൾക്ക് ചായ ഒക്കെ ഉണ്ടാവും, ഉറക്കം വരണമെങ്കിൽ പോവാന് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളിങ്ങനെ നേരെ വന്ന് കഅബ കണ്ടല്ലോ. എവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയാലും, ഇപ്പുറത്തുനിന്ന് വന്നാലും ഏത് ഭാഗത്ത് വന്നാലും നമ്മൾ ആദ്യം വരേണ്ടത് ഇവിടക്കാണ്. ഇതിന്റെ പേരെന്താ? റുക്കുനുൽ യമാനി അല്ലേ? ഇതെന്താ? ഹജറുൽ അസ്വദ്. ഇവിടേക്കാണ് ആദ്യം വരേണ്ടത്. അത് എവിടെ നിന്ന് വന്നാലും ഇതിലെ തന്നെ ഇങ്ങനെ വരണം. അപ്പൊ നമ്മൾ ഇപ്പുറത്തുനിന്നാണ് ഇറങ്ങിയെന്നിരിക്കാം, ഇതിലെങ്ങോട്ട് കയറി
നമ്മളെ റൂം ഈ ഭാഗത്താണ്, അതുകൊണ്ട് ഇതിലെ തന്നെ വരുള്ളൂ. ഇനി ആരെങ്കിലും ഇപ്പുറത്തുനിന്ന് വന്നു വിചാരിക്കാം, ഇപ്പുറത്തുനിന്ന് വന്ന് നേരെ ഇങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങോട്ട് വരല്ലേ, അപ്പൊ അങ്ങോട്ട് കയറുമ്പോൾ പ്രശ്നമാവും, തിരക്ക് ആകത്ത് ഒന്നൊക്കെ. നേരെ ഇതിലേ വന്നിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആണുങ്ങൾ ചെയ്യേണ്ട കാര്യം ഇദ്ദേഹം ചെയ്തതുപോലെ ഈ വലത് ഷോൾഡർ ഒഴിവാക്കിയിട്ട് പുരുഷന്മാർ ഇങ്ങനെ ഇടണം. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. തവാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലത് ഷോൾഡർ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ ഇടണം. ഇതിന്റെ പിന്നിലൊക്കെ ചരിത്രം ഉണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ പിന്നെ പറയാം, ഇപ്പൊ സമയമില്ലല്ലോ. അപ്പോ നിങ്ങളൊന്ന് ബസ്സിൽ വെച്ച് ചോദിക്കണം കേട്ടോ, എന്താണ് ആ ചരിത്രം എന്ന് നൗഫലൊന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. അപ്പോ പിന്നെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു വന്നു. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? ഹജറുൽ അസ്വദ്. ഇവിടെ നിന്ന് നമ്മൾ തവാഫ് സ്റ്റാർട്ട് ചെയ്യാണ്. തവാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഇൽത്തിബാ എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൽത്തിബാ എന്ന് പറയും, റൈറ്റ് ഷോൾഡർ ഒഴിവാക്കി ചെയ്യുന്നതിന്. ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തെ കാര്യം, നേരെ നമ്മൾ ഹജറുൽ അസ്വദിനെ നോക്കി, ഈ നോക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞാൽ മതി, അത് ചിലപ്പോൾ കണ്ടതൊന്നും വരില്ല. നമ്മൾ അതിന് നേരെ കൈ ഉയർത്തി ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയാം. ഇതിന് നേരെ കൈ ഉയർത്തി ബിസ്മില്ലാ അല്ലാഹു അക്ബർ. 3 ഓപ്ഷനാണ്. ഒന്നുകിൽ നേർക്ക് നേരെ ചുംബിക്കാം, അല്ലെങ്കിൽ കൈ ഇങ്ങനെ തൊട്ടിട്ട് ആ കൈയിനെ ചുംബിക്കാം, അല്ലെങ്കിൽ ബിസ്മില്ലാ അല്ലാഹു അക്ബർ. നമ്മളെ കൈയിനെ തൊട്ടിട്ട് ചുംബിക്കണം കേട്ടോ, വേറെ ആൾക്കാരെ കൈയിട്ട് ആ കൈ ചുംബിച്ചിട്ട് കാര്യമൊന്നുമില്ലേ, നമ്മളെ കൈ തന്നെ ചുംബിക്കണം. അപ്പോൾ ഈ 3 ഓപ്ഷനിൽ ആദ്യത്തെ 2 എണ്ണവും ഏറെക്കുറെ പറ്റൂല, ചുംബിക്കലും കൈ തൊടലൊന്നും ആ ഭാഗത്തേക്ക് തന്നെ എടുക്കാൻ പറ്റൂല. അപ്പൊ നമുക്കുള്ളത് ഇതിന്റെ നേരെ ഏത് ഭാഗത്തു നിന്നാലും കുഴപ്പമില്ല, തൊട്ടടുത്ത് കിട്ടി അത്രയും നല്ലത്. അതല്ല കുറേ ബാക്കിലാണ് ഇരിക്കും. ഇവിടെ ഒരു ചുമര് പോലെ ഈ ഭാഗം ഉണ്ടല്ലോ പള്ളിയുടെ, ഇവിടെ ഒരു പച്ച ലൈറ്റ് കാണാം നമുക്ക്, ഒരു അടയാളത്തിന് വേണ്ടി അതിന്റെ നേരെ എന്നുള്ള നിലക്ക്. അപ്പൊ ഇതിന്റെ ഏത് ഭാഗത്തു നിന്നാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? ഇതിന്റെ ഏത് ഭാഗത്ത്, ഇവിടെ നിന്ന് ബിസ്മില്ലാ അല്ലാഹു അക്ബർ. 2 കൈയൊന്നും ഉയർത്തരുതേ. അവിടെ നിങ്ങൾ ചിലപ്പോൾ 2 കൈയൊക്കെ ഉയർത്തനാണ്. അപ്പൊ ആയിരിക്കും ഞങ്ങൾ സ്ഥാനത്ത് അറിയാനിട്ട് അവള് മൂപ്പര് ഞങ്ങൾക്ക് പറഞ്ഞില്ല എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഒരു കയ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയിട്ടുള്ളൂ. അപ്പൊ അവിടെ വെച്ച് ഒരു കൈ ഉയർത്ത, ബിസ്മില്ലാ അല്ലാഹു അക്ബർ സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കലാണ്. ഏതൊരു പ്രാർത്ഥനയ്ക്ക് ഒരു മര്യാദ ഉണ്ടല്ലോ, എന്താണ്? ഹംദും സ്വലാത്തും കൊണ്ട് ആരംഭിക്കാം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞ് ആരംഭിക്കുക. പിന്നെ നമുക്ക് ദുആ ചെയ്യാ, ഖുർആൻ ഓതാ, ആയത്തുൽ കുർസി, ആമന റസൂൽ, അറിയുന്ന ദിക്റുകൾ, ദുആകൾ, നമുക്ക് ആവശ്യമുള്ളതെല്ലാം. കാരണം അത്രയേറെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന വേറൊരു സ്ഥലമില്ല, ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനിടയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളതും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരൊക്കെ നമ്മൾ ഓർക്കണം. പേര് ഓർമ്മ വരുമെങ്കിൽ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പേരെടുത്ത് തന്നെ പറയണം. നമ്മളിപ്പോൾ ഉംറക്ക് പോകുന്നിട്ട് മെസ്സേജൊക്കെ അയക്കുമ്പോൾ ആൾ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ താഴെ ഇൻഷാ അല്ലാഹ്. അവർ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല അല്പം, അല്ലേ? ശരിക്കും അങ്ങനെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ എന്താണ്? അതൊരു അമാനത്താണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു ഈസി കണ്ടു, അവസാനം ഒരു കലാശക്കൂട്ടിന് അല്ലാഹു ദുആ കൂടി ചെയ്ത മുഴുവൻ ആളുകൾക്കും നീ എന്ത് ചെയ്യണം? പുറത്തു കൊടുക്കണം. പക്ഷെ അത് അങ്ങനെ പറയാം, പക്ഷെ മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം? ഓർക്കാൻ ശ്രമിക്കണം. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന പലരും ഉണ്ടാവാം. ഞാൻ പലരോടും പറയാറുള്ളത്, നിങ്ങൾ പറ്റുമെങ്കിലും ഒന്ന് എഴുതി വെക്കാന്നാണ്. ഇനി അവിടെ പറ്റിയില്ലെങ്കിലും, ഉംറയുടെ സമയത്ത് പറ്റിയില്ലെങ്കിലും, നമ്മൾ ആ ഹറമിലൊക്കെ പോയിരിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് അതൊങ്ങനെ എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മൊബൈൽ നോട്ട് ചെയ്ത് വെച്ചാൽ അവരുടെ പേരൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. ആ സമയത്ത് അവർക്ക് വേണ്ടി നമ്മൾ ഒരു 2 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ, അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. പിന്നെ നമുക്ക് ചില ആളുകൾ പ്രത്യേകമായിട്ട് നിങ്ങൾ പറയും, അള്ളാഹുവിനോട് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ ഇങ്ങനെ വന്നു, ഇതിലേ വന്നു. ഈ മൂലന്റെ പേരെന്തായിരുന്നു? ഹജറുൽ അസ്വദ് അല്ലേ? എന്താണ്? റുക്നുൽ യമാനി, 4ാമത്തെ മൂല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒന്ന് തൊടാം. അവിടെ ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റൂല, കുറച്ച് തിരക്കുണ്ടാവുള്ളൂ. എന്നാലും പറ്റുമെങ്കിൽ ഒന്ന് തൊടാ. തൊടുമ്പോ ബിസ്മില്ലാ എന്ന് പറയാം, വേറെ ഒന്നും പറയണ്ട. ഈ തൊടാൻ പറ്റിയില്ലേ, വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. തൊട്ടാൻ മാത്രം എന്ത് ചെയ്താൽ മതി? ബിസ്മില്ലാ എന്ന് പറയാം. തൊടാൻ പറ്റിയില്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. അവിടെ മുതൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഈ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണെന്ത്? കണ്ടോ? ഇവിടെ നിന്ന് ഈ മൂലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ, അത് ആവർത്തിച്ച് ഇങ്ങനെ പറയാം. എത്ര തവണ നമുക്കിവിടെ എത്രയും മുമ്പ് പറയാൻ കഴിയോ അത്രയും ഹൈറാണ്. ഓടിയൊന്നും പോകണ്ട, അവിടെ വളരെ സാവധാനത്തിൽ പോയാൽ മതി. അങ്ങനെ നമ്മൾ 1ാമത്തെ റൗണ്ട് ഇവിടെ എത്തി. വീണ്ടും അവിടെ എത്തുമ്പോൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ. എത്ര റൗണ്ട് പൂർത്തിയായി? 1 റൗണ്ട്. വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇതുപോലെ വന്നു. അപ്പോൾ പ്രാർത്ഥിച്ചു, റുക്നുൽ യമാനി എത്തി.
ഇവിടെ മുതൽ ഇവിടം വരെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ ബിസ്മില്ലാ അല്ലാഹു അക്ബർ. എത്ര പൂർത്തി? തൊടാൻ പറ്റിയെങ്കിൽ തൊടണം കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ബിസ്മില്ലാ അല്ലാഹു അക്ബർ 2 പൂർത്തിയായി. വീണ്ടും നമ്മളിങ്ങനെ പോയി, അങ്ങനെ വന്നു. അവിടെ മുതൽ വീണ്ടും ഹജറുൽ അസ്വദ് വരെ റബ്ബനാ ആതിനാ. അങ്ങനെ 7 തവണ നമ്മൾ എന്ത് ചെയ്യണം? തവാഫ് ചെയ്യണം. 7 തവണ ഇങ്ങനെ ചുറ്റണം. അങ്ങനെ 7ാമത്തെ തവണ വന്ന്, ഇപ്പൊ 7ാമത്തെ ആയിട്ടോ, 7ാമത്താണ് വരുന്നത്. 7ാമത്തെ എത്തി ബിസ്മില്ലാ അല്ലാഹു അക്ബർ, ബിസ്മില്ലാ അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്ത് ചെയ്യും? ഇതിന്റെ മുന്നിൽ നിസ്കാരമുണ്ട്, മക്കാമു ഇബ്രാഹിമിന്റെ മുന്നിൽ നിസ്കാരമുണ്ട്. ഇൻഷാല്ലാഹ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പൊ 7ാമത്തെ റൗണ്ട് പൂർത്തിയായല്ലോ. 7ാമത്തെ റൗണ്ടിൽ ഓർമ്മ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിയുമെങ്കിൽ 7ാമത്തെ റൗണ്ട് നമ്മൾ വൈഡായിട്ട് പോകാം. വൈഡായിട്ട് ലാസ്റ്റിലേക്ക് വന്ന് അടുത്തുകൂടെ മാറി, അടുത്തുനിന്ന് മാറി കുറേ വൈഡായിട്ട് പോയാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ആവാൻ എളുപ്പമാണ്. ഇനി അതല്ല, ഇവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ നല്ല തള്ളു വരുമല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ചിലപ്പോൾ വീഴലോ അങ്ങോട്ടൊക്കെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ തിരക്ക് ബ്ലോക്കൊക്കെ വന്നേക്കാം. അപ്പൊ അതിനേക്കാളും നല്ലത് എന്താണ്? 7ാമത്തെ റൗണ്ടിൽ കുറച്ച് വൈഡായിട്ട് വന്ന് ആ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാലോ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം. അപ്പൊ 7ാമത്തെ പൂർത്തിയായാൽ പിന്നെ അത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണം. ഏത് ഇൻഷാല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. 7ാമത്തെ പൂർത്തിയായതിനു ശേഷം അത് കുറച്ച് കഴിഞ്ഞിട്ട്, ഇത് കഴിഞ്ഞിട്ട് ബാക്കിൽ പോയിട്ട് നിസ്കരിച്ചാൽ മതി. ഇവിടെ അല്ല നിസ്കരിക്കണ്ടേ. ഇവിടെ നിസ്കരിക്കാൻ സ്ഥലമൊന്നും ഉണ്ടാവില്ല. കുറേ ബാക്കിൽ എവിടെയായാലും കുഴപ്പമില്ല. അത് പള്ളിൻ്റെ അകത്തായാലും കുഴപ്പമില്ല. അതിനൊരു ചെറിയ ഏരിയ ഉണ്ട് അവിടെ. കുറേ ആൾക്കാർ അതിൻ്റെ ഇടയിൽ പോയിട്ട് നിസ്കരിക്കാം. ശരി, ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാണ്. ഒന്ന്, പുരുഷന്മാർ ചുമലിലെ വസ്ത്രം വലത് ചുമലിൽ വെളിവാക്കി ഇടത് ചുമലിലേക്ക് ഇടണം. നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ചെയ്തു. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് പറഞ്ഞ കാര്യങ്ങൾ. ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഹജറുൽ അസ്വദിനെ ചുംബിക്കുക, അല്ലെങ്കിൽ കൈ ഉയർത്തി കാണിക്കുക. പുരുഷന്മാർ ആദ്യത്തെ 3 തവാഫിൽ റംല് നടക്കുക, ചെറിയ രൂപത്തിലുള്ള ഓട്ടം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. എന്താന്ന് വെച്ചാലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ആദ്യത്തെ 3 റൗണ്ട് എന്ത് ചെയ്തു? കുറച്ചൊരു സ്പീഡിൽ ഇങ്ങനെ നടന്നു എന്നാണ്. ആണുങ്ങള് പറ്റുണോര് ചെയ്തോ, പക്ഷെ അവിടെ പറ്റൂല എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ലക്ഷക്കണക്കിന് ആളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഓടൽ നടക്കൂലല്ലോ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരും പിടിച്ച് ഓടൽ നടക്കൂല. അതുകൊണ്ട് നിർബന്ധം ഒന്നുമല്ല, പറ്റിയാൽ മാത്രം ചെയ്യാ. അത് പറ്റൂല എന്നുള്ള ഏകദേശം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനതിൽ പറയാഞ്ഞത് നേരത്തെ. കാരണം എന്താ വെച്ചാൽ ഞാനത് പറയണത് പിന്നെ ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും പുസ്തകത്തിലോ കാര്യങ്ങളോ ഇത് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞില്ലല്ലോ എന്ന് പറയാതിരിക്കാണ് ഇത് കാണിച്ചേട്ടോ. അതേപോലെ തന്നെ റുക്നുൽ യമാനിയിൽ അഥവാ കഅബയുടെ 4ാമത്തെ മൂലയിൽ തൊടാൻ പറ്റി, അവിടെ ഒരു അക്ഷര പിശാച് നിന്നിട്ടുണ്ട്. തൊടാൻ പറ്റിയെങ്കിൽ തൊടുക, തൊടാൻ പറ്റിയില്ലെങ്കിൽ മുത്തുകയോ കൈ ഉയർത്തുകയോ ചെയ്യേണ്ടതില്ല. മനസ്സിലായോ? തൊടാൻ പറ്റിയ മാത്രം തൊട്ടാൽ മതി, അല്ലെങ്കിൽ അവിടെ കൈ ഉയർത്താനൊന്നും നിൽക്കരുത് എന്നർത്ഥം. റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ റബ്ബനാ ആതിനയാണ് ചൊല്ലേണ്ടത്. 7 റൗണ്ട് പൂർത്തിയായാൽ തവാഫ് പൂർത്തിയായി. തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോകുന്നതിനിടയിൽ പുരുഷന്മാരെന്ത് ചെയ്യണം? ഈ വസ്ത്രം പഴയതുപോലെ ആക്കണം. മനസ്സിലായോ? അവിടെ പിന്നെന്ത് ചെയ്യാൻ പാടില്ല? നിസ്കാരത്തിന് മുൻപ്, ആ പോക്കിലൊന്നും വേണമെന്നില്ല, നിസ്കാരത്തിന് മുമ്പ് എന്ത് ചെയ്താൽ മതി? ഈ വലത് ഷോൾഡർ നേരത്തെ ഇട്ട പോലെ തന്നെ ചെയ്യാം. ഇതാണ് ചെയ്യേണ്ടത്. തവാഫുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. വുളു നിർബന്ധമാണ്. വുളു നഷ്ടപ്പെട്ടാൽ അവിടെ പിന്നെ ഒരു ഇതിന്റെ കുറച്ച് മുൻഭാഗത്തായിട്ട് ഇവിടെ സംസം ഒക്കെ ഇരിക്കുന്നുണ്ടാവും. അവിടെ പറ്റുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോയിട്ട് ഒരു ചെറിയ രൂപത്തിൽ വുളു എടുക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു വുളു എടുക്കാനുള്ള സൗകര്യം ഉണ്ട്, ചെറിയ രൂപത്തിൽ അത് ചെയ്യാം. എന്തായാലും വുളു നിർബന്ധമാണ്. അപ്പൊ വുളു നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മള് 4 എണ്ണം കഴിഞ്ഞ് 5ാമത്തെ ഇപ്പുറത്തെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? വുളു നഷ്ടപ്പെട്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ബാക്കിലേക്ക് പോകാൻ പറ്റൂല. നമ്മൾ ഇതിനോടൊപ്പം തന്നെ പോയി നേരെ അവിടെ പോയിട്ട് വുളു എടുക്കാം. പിന്നെ ഇവിടെ തന്നെ വരണം, ഹജറുൽ അസ്വദിന്റെ അവിടേക്ക് വരണം. അവിടുന്ന് 4ാമത്തെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായോ? എവിടെ നിന്നാണോ വുളു നഷ്ടപ്പെട്ടത് അവിടെ നിന്നല്ല ആരംഭിക്കേണ്ടത്. ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്നാണ് ഒരെണ്ണം ആരംഭിക്കേണ്ടത് കേട്ടോ. അപ്പൊ 5 എണ്ണം കഴിഞ്ഞ് 6ാമത്തേല് എവിടെ വെച്ചിട്ടാണോ വുളു നഷ്ടപ്പെട്ടത് അത് വിഷയമല്ല. വുളു എടുത്ത് വന്നാൽ 6ാമത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ട എവിടെ നിന്നാണ്? ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എണ്ണത്തിൽ സംശയം വന്നാൽ ചുരുങ്ങിയതെടുത്ത് ബാക്കി പൂർത്തിയാക്കാം കേട്ടോ.
നമ്മൾ 6 കഴിഞ്ഞു. 6 ഇങ്ങനെ കഴിഞ്ഞു, നമുക്ക് സംശയമൊന്നും ഉണ്ടായില്ല. കൂടെ ഉള്ളവള് ചോദിച്ചു എത്രാമത്തായി? 6 അപ്പൊ അവള് പറയല്ലേ 5 ആയിട്ടുള്ളൂ. അപ്പൊ നമുക്കുണ്ടോട്ടെ. അങ്ങനെ ആരും ചോദിക്കാൻ നിൽക്കണ്ട. സംശയം അങ്ങനെ വന്നാൽ എന്ത് ചെയ്താൽ മതി? ചുരുങ്ങിയതെടുക്ക, 5 എടുത്ത് ബാക്കി പൂർത്തിയാക്കണം. മനസ്സിലായോ? രണ്ടാൾക്കും, ഒരാൾക്ക് ഉറപ്പുണ്ട് 6 തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അതല്ല സംശയം ചെറുതാണ്, അങ്ങനെ വന്നാൽ, സംശയം വന്നാൽ ചെറുതെടുത്ത് ബാക്കി പൂർത്തിയാക്കുക. വലിയ പ്രതിഫലമാണ്. ഓരോ കാലടിക്കും അള്ളാഹുവിങ്കൽ വലിയ പ്രതിഫലമുള്ള ഒരു ഇബാദത്താണെന്ത്? തവാഫ്. 3 സ്ഥലങ്ങളിൽ മാത്രമാണ് കഅബയിൽ തൊടാൻ കഴിയുമെങ്കിൽ തൊടേണ്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഹജറുൽ അസ്വദ്. ഒന്നുകിൽ ചുംബിക്കാം, അല്ലെങ്കിൽ തൊടാം, കൈയുയർത്തി കാണിക്കാം. മറ്റൊന്ന് റുക്കുനുൽ യമാനി, ചുംബിക്കാൻ പാടില്ല, തൊടാനേ പാടുള്ളൂ. 3ാമത്തെ കാര്യമാണ് മുൽത്തസിം. മുൽത്തസിം എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ്. കണ്ടോ, കഅബയുടെ ഈ ഡോർ ഉണ്ടല്ലോ, ഇതിന് താഴെയുള്ള ഈ സ്ഥലത്തിനാണ് എന്ത് പറയാ? മുൽത്തസിം എന്ന് പറയും. സ്വഹാബത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനോട് നെഞ്ച് ചേർത്ത് വെച്ച് ദുആ ചെയ്തിട്ടുണ്ട് എന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ടില്ല, തിരക്കണ്ടില്ല. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ലൈവ് നോക്കിക്കഴിഞ്ഞാലും അവിടെ തിരക്കുണ്ടാകും. അപ്പൊ നമ്മൾ സാധാരണ ആയിരിക്കും എല്ലാവരും ഒക്കെ ഒന്ന് ഉറങ്ങിയിട്ട് പാതിരാക്ക് പോകാനായിരിക്കും. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങനെ തന്നെ വിചാരിക്കുക. അപ്പൊ അതുകൊണ്ട് അവിടെ തിരക്ക് വരുന്ന സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാം. ഇതിന് ഒന്നും പറ്റിക്കൊള്ളണമെന്നില്ല, തവാഫിന്റെ ഭാഗവുമല്ല, പറ്റിയാൽ ചെയ്യാം. ഇവിടെ നിസ്കരിക്കാൻ പണ്ടൊക്കെ തള്ളിക്കയറ്റായിരുന്നു, ഇപ്പൊ ക്യൂ നിർത്തിയിട്ടൊക്കെ കയറ്റുന്നുണ്ട്. അതൊക്കെ ആ സാഹചര്യം പോലെ ചെയ്യാവുന്നേ ഉള്ളൂ. ശരി, അപ്പൊ നമ്മളെ എന്തായി? തവാഫ് പൂർത്തിയാവാണ്. തവാഫിനിടയിൽ ജമാഅത്ത് നമസ്കാരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മള് 4 തവാഫ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇശാ നിസ്കാരത്തിന്റെ ജമാഅത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സൊഫുകൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിനോടൊപ്പം തന്നെ ഇരിക്കുക. സ്ത്രീകൾക്ക് അപ്പൊ ബാക്കിലേക്ക് കുറച്ച് മാറ്റവര്, മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ ചെയ്താൽ മതി, ഫാമിലി ആയിട്ട് പോകുമ്പോൾ. അപ്പോൾ തവാഫിനിടയിലോ സഈനിടയിലോ ജമാഅത്ത് സ്റ്റാർട്ട് ചെയ്താൽ, ജമാഅത്തിന്റെ സമയം വന്നാൽ അവിടെ തന്നെ നിസ്കാരം. അല്ലാണ്ട് മാറിപ്പോകെ അങ്ങോട്ട് നീങ്ങിപ്പോകലൊന്നുമില്ല കേട്ടോ, അവിടെ തന്നെയാണ് നിസ്കാരം. തവാഫിന് ശേഷം മഖാമു ഇബ്രാഹിമിന്റെ പിന്നിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 7ാമത്തെ റൗണ്ട് വന്ന് ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇതിന്റെ ബാക്കിലേക്ക് നമ്മൾ പോവാണ്. ഇതിന്റെ ബാക്കിലേക്ക് ഏത് ഭാഗത്തേക്കായാലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ കുറെ ബാക്കിൽ ചെറിയൊരു കയറ് കെട്ടിയിട്ടുണ്ടാകും. ആ കയറിന്റെ ബാക്കിലാണ് എന്ത് നിസ്കരിക്കേണ്ടത്. 2 റക്അത്ത് നിസ്കരിക്കണം. ആ നിസ്കാരത്തിന് പേര് തവാഫിന്റെ പൂർത്തിയായ ശേഷമുള്ള 2 റക്അത്ത് എന്നുള്ള രൂപത്തിലുള്ള നിസ്കാരമാണ്. ആ നിസ്കാരം ആരംഭിക്കുന്ന സമയത്ത് കൈ കെട്ടുന്നേക്കാൾ മുമ്പ് നമ്മൾ പറയേണ്ട ഒരു ആയത്തിന്റെ ഒരു ഭാഗമുണ്ട്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസം കുടിക്കാം കേട്ടോ. വത്തഖിദു മിൻ സംസം കുടിക്കുന്ന സമയത്ത് ചായ കുടിക്കാന്ന് കേട്ടാ. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിസ്കാരം സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. 2 റക്അത്ത് നിസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനും, 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യുക. അതോടുകൂടി നിസ്കാരം കഴിഞ്ഞു. ശ്രദ്ധിക്കേണ്ടത്, ഏത് സ്ഥലത്താണോ ബാക്കിൽ കിട്ടുന്നത്, കുറെ ബാക്കിലേക്ക് പോയിട്ട് അവിടെ നിസ്കരിക്കാം. അവിടെ കുറെ ആൾക്കാരൊക്കെ ഒന്ന് മാറട്ടെ, എനിക്ക് വിശാലമായിട്ട് അതൊന്നും സമയം കിട്ടൂല. ഒരു ചെറിയ കാല് വെക്കാൻ കേൾപ്പിട്ട് അവിടെ വേഗം നിസ്കരിക്കുക, അവസാനിപ്പിക്കാം കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതോടുകൂടി തവാഫിന്റെ കാര്യങ്ങൾ പൂർത്തിയായി. ക്ലിയർ അല്ലേ? എന്തെങ്കിലും പറഞ്ഞതിൽ സംശയം നിൽക്കുന്നുണ്ടോ? എല്ലാവരും ബഷാറാണല്ലോ ഇപ്പൊ അല്ലേ? ശരി, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസം കുടിക്കണം. സംസം കുടിക്കണം. തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ച് ഈ ഭാഗത്തേക്ക് വന്നാൽ ഇതിന്റെ ഒരു കോർണർ ഈ ഭാഗത്തേക്കായിട്ടാണ് എന്ത് സംസമിന്റെ ഏരിയ ഉള്ളത്. അവിടെ നിങ്ങൾക്ക് സംസം ഉണ്ടാവും. സംസം കുടിക്കാം, വയറ് നിറച്ചു കുടിക്കാം കേട്ടോ. വലിയ പ്രതിഫലമാണ്, ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ്. നിങ്ങൾക്ക് മരുന്നിന്, രോഗത്തിന് ശിഫയാണ്. അതേപോലെ തന്നെ ഭക്ഷണത്തിന് ശമനമാണ്, വിശപ്പിന് പരിഹാരമാണെന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. മറ്റൊരു ഹദീസിലുള്ളത് മാഉ സംസം ലിമാ ശുരിബ ലഹു എന്നാണ്. നിങ്ങൾ എന്തുദ്ദേശിച്ച് സംസം കുടിച്ചോ അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. നിങ്ങൾക്ക് പിന്നെ ദുനിയാവ് ആഗ്രഹിക്കാം, പരലോകം ആഗ്രഹിക്കാം. മനസ്സിലായോ? അപ്പൊ അത് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മദീനത്ത് വെച്ചാലും മക്കത്ത് വെച്ചാലും സംസം കുടിക്കുമ്പോൾ തണുപ്പില്ലാത്ത കുടിക്കാം.
തണുപ്പുള്ള കുടിച്ചാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളവിടെ ഇബാദത്ത് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഖുർആനൊക്കെ അതാണല്ലേ പോണത്. ആ സമയത്ത് തണുപ്പ് വന്ന് വേദനയായി പിന്നെ ഡോക്ടറെ അടുത്ത് കടന്ന് അതിനേക്കാളും നല്ല എന്താണ് തണുപ്പ് കുറഞ്ഞത് സാധാരണ നോർമൽ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടാവും അതില്. അപ്പൊ അത് കുടിക്ക വലിയ പ്രതിഫലമുള്ള വിഷയമാണ്. സംസം നബ്സല്ലാസം തവാഫ് കണ്ട് നിന്ന് കുടിച്ചു എന്നുള്ള ഹദീസിലുണ്ട്. എന്നാൽ അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് കണ്ട സ്വഹാബത്തും അങ്ങനെ ചെയ്തതായിട്ട് എവിടെയും റിപ്പോർട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരാൾ നിന്ന് കുടിച്ചത് കൊണ്ട് എന്തില്ല പ്രശ്നം.